IFPHന്റെ 1960 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷം മൗന പ്രാർത്ഥന. നന്ദി. ഇന്ന് ജനുവരി 12. ലോകത്തെ ആകെ ഇന്ത്യയിലേക്ക് ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ ഒരൊറ്റ പ്രസംഗം കൊണ്ട് എല്ലാം മാറ്റിമറിച്ച സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം ദേശീയ ജന്മദിനമായി യുവജന ദിനമായിട്ട് ആഘോഷിക്കുകയാണ്. അപ്പം അത്രയും ഒരു പ്രധാന സാഹചര്യത്തിൽ IFPH സ്വാമി വിവേകാനന്ദന്റെ യുവജന ദിനത്തെയും ആചരിക്കുകയാണ്. അപ്പോൾ ഈ പരിപാടിക്ക് ഔപചാരികമായിട്ട് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ശ്രീ ഷാലു രാജൻ ക്ഷണിക്കുന്നു. എത്രയും സ്നേഹം നിറഞ്ഞ ഡോക്ടേഴ്സ്, ഹോമിയോപ്പതിക് ലവേഴ്സ്, അതുപോലെ തന്നെ ഹോമിയോപ്പതിക് വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മുടെ IFPHന്റെ മലയാളം വെബിനാറിന്റെ 1960 ദിവസത്തിലേക്കാണ് നാം എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്ന് നാം ദേശീയ യുവജന ദിനം കൊണ്ടാടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ കൂടിച്ചേർന്നിട്ടുള്ളത്. ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഉദ്ഘാടന പ്രസംഗത്തിനായി വന്നു ചേർന്നിട്ടുള്ളത് ആദരണീയായ ശ്രീമതി പ്രൊഫസർ സതി മാണിക്യം ആണ്. മാഡം തിരുവനന്തപുരം ഗവൺമെന്റ് വുമൻസ് കോളേജിൽ പ്രൊഫസറായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ പ്രോഗ്രാമിലേക്ക് വന്നിട്ടുള്ള സതി മാഡത്തെ ഞാൻ ആദരപൂർവ്വം IFPHന്റെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇന്ന് അനുസ്മരണ പ്രഭാഷണത്തിനായി വന്നു ചേർന്നിട്ടുള്ളത് ആദരണീയനായിട്ടുള്ള ഡോക്ടർ അജയ് കുമാർ സാറാണ്. അദ്ദേഹം നേമം ശ്രീ വിദ്യാധിരാജ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിന്റെ മാനേജറായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അതുപോലെ തന്നെ ട്രിവാൻഡ്രം ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിൽ സീനിയർ കൺസൾട്ടന്റ് ആയിട്ട് സേവനമനുഷ്ഠിക്കുകയാണ്. അദ്ദേഹത്തെ ഞാൻ IFPHന്റെ പേരിൽ ആദരപൂർവ്വം ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടന്നു വന്നിട്ടുള്ള നമ്മുടെ ബഹുമാന്യരായിട്ടുള്ള ഹോമിയോപ്പതിക് ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ, എല്ലാവരെയും ഞാൻ ഈ വേദിയിലേക്ക്, ഈ ഒരു പ്രോഗ്രാമിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അതുപോലെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് നന്ദി പ്രകാശനം നടത്തുന്നത് നമ്മുടെ IFPHന്റെ തന്നെ സഹയാത്രികയായിട്ടുള്ള ഡോക്ടർ ഷൈല മാഡമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ യോഗം മോഡറേറ്റ് ചെയ്യുന്നത് നമുക്ക് എത്രയും പ്രിയങ്കരനായിട്ടുള്ള മനോജ് ഡോക്ടറാണ്. അതുപോലെ തന്നെ നമ്മുടെ IFPHന്റെ എല്ലാ ഭാരവാഹികളെയും ഉൾപ്പെടുത്തി ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. നന്ദി. നന്ദി ശ്രീ ഷാലു രാജൻ. നമുക്കിന് ഉദ്ഘാടന ചടങ്ങാണ്. ലോക യുവജന ദിനം ഉദ്ഘാടനം ചെയ്യാൻ വളരെ സീനിയറായ ഒരു വ്യക്തിയെ തന്നെ നമുക്ക് ഇട്ടിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ തിരുവനന്തപുരം വിമൻസ് കോളേജിൽ റിട്ടയർ ചെയ്ത പ്രൊഫസർ സതി മാണിക്യം മാഡത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മാഡം. നമസ്കാരം. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം മാഡം. ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും, ഡോക്ടേഴ്സിനും വിദ്യാർത്ഥികൾക്കും മറ്റ് ആരെങ്കിലും തന്നെയും കയറിയിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹപൂർവമായ നമസ്കാരം പറയുന്നു. അതോടൊപ്പം തന്നെ എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിന്, എന്നോട് ഈ കർമ്മം ചെയ്യാൻ പറഞ്ഞതിന് നിങ്ങളോട് ഞാൻ നന്ദി പറയുകയാണ്. വിശേഷിച്ചും ഡോക്ടർ ഭാഗ്യലക്ഷ്മിയോട്. വിഷയം ഇവിടെ തന്നിരിക്കുന്നത് ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യ വരാൻ നിബോധിത എന്നുള്ള കഠോപനിഷത്തിലെ ആ മന്ത്രത്തെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനെപ്പറ്റി പറയാൻ എൻ്റെ അറിവിലെ ഏറ്റവും ജ്ഞാനസമ്പത്തുള്ള, ഹെറിഡിറ്ററി ആയിട്ട് തന്നെ അറിവിൻ്റെ നിറകുടമായ ഒരാളുടെ പുത്രനാണത്. അദ്ദേഹം അതുമാത്രമല്ല, ഹൃദയത്തെ തൊട്ടറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന് ഹൃദയത്തിൻ്റെ സാഹിത്യ ഭാഷയിലല്ല ഞാൻ പറഞ്ഞത്, ശാസ്ത്രീയ ഭാഷയിലാണ്. അങ്ങനെയുള്ള അദ്ദേഹം എന്തു തന്നെ ആയാലും വേണ്ടവണ്ണം നല്ലതുപോലെ ഒരു പ്രഭാഷണം നടത്താനിരിക്കെ ഞാൻ വിവേകാനന്ദ സ്വാമികളെ കുറിച്ച് അധികം പറയാനൊന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം ഉദ്ഘാടനം മാത്രമാണ് എൻ്റെ ജോലി. എങ്കിലും വളരെ ഹൈപ്പർ ആക്റ്റീവായ നരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു കുട്ടി, ഒരു ബാലൻ, കാലക്രമേണ എന്തും അറിഞ്ഞും കണ്ടും കേട്ടും മനസ്സിലാക്കിയേ പോകൂ എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു കുട്ടി, കോളേജുകളിലും എവിടെയും പഠിക്കുന്ന സമയത്തും അറിയാനുള്ള ആകാംക്ഷ കൂടുതലായി നിലനിർത്തിയിരുന്ന കുട്ടി, കാലക്രമേണ ബ്രഹ്മസമാജത്തിന്റെ മെമ്പറാവുകയും അതിൽ നിന്നുകൊണ്ട് വിഗ്രഹാരാധനയെ എതിർക്കുകയും ചെയ്ത കുട്ടി, എന്നാൽ പതുക്കെ പതുക്കെ രാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യനായി തീരുകയും അദ്ദേഹത്തിന്റെ ഒരു പാദസ്പർശം കൊണ്ട് മാത്രം ഈ
ലോകത്ത് സകലരും ബ്രഹ്മമയമാണ്, എല്ലാം ബ്രഹ്മമാണ്, ലോട്ടയായാലും ഗ്ലാസ് ആയാലും ഒക്കെ ബ്രഹ്മമാണെന്ന് തിരിച്ചറിവ് നേടിയ കുട്ടി പിന്നെ വിവേകാനന്ദ സ്വാമികളാവുകയാണ്. സാധാരണ രീതിയിൽ ഒരു സ്വാമികളുടെ നാമധേയം പൂർവ്വജന്മം കഴിഞ്ഞ് രണ്ടാമത്തെ ജന്മത്തിൽ എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഒരു സ്വാമി പട്ടം ഏറ്റെടുക്കുന്ന സമയത്ത് ആചാര്യന്മാരാണ് അവർക്ക് നാമം കൊടുക്കുന്നത്. പക്ഷെ ഇവിടെ അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ, ഒരു രാജാവാണ് അദ്ദേഹത്തിന് വിവേകാനന്ദൻ എന്നുള്ള പേര് കൊടുത്തത്. അതുപോലെ അദ്ദേഹത്തിന്റെ തലപ്പാവ് പോലും അദ്ദേഹം നൽകിയതാണ്. ആ വിവേകാനന്ദ സ്വാമികളാണ് അങ്ങ് വിദേശത്ത് പോയിട്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്ന് ആത്മാവിൽ തട്ടുന്ന സംബോധന ചെയ്തിട്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് ആളുടെ അടുത്ത് യൂറോപ്പിൽ പോയിട്ട് നമ്മളെ ഭരിച്ചിരുന്ന അവരുടെ മുമ്പിൽ നമ്മുടെ സംസ്കാരത്തെ കാട്ടിക്കൊടുത്തത്. അങ്ങനെ നോക്കുമ്പോൾ വിവേകാനന്ദ സ്വാമികള് തിരിച്ച് പിന്നീട് ചിന്തിക്കുന്നത് ഭാരതം അടിമപ്പണി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം വിദ്യാഭ്യാസം ഇല്ലായ്മയാണ്, വേണ്ട വിധത്തിൽ വിവേകത്തോടുകൂടി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ല വിദ്യാഭ്യാസത്തിനായി തൻ്റെ ഗുരുവിന്റെ പേരിൽ ആശ്രമങ്ങളും വിദ്യാലയ സ്ഥാപനങ്ങളും ഒക്കെ തുറക്കുന്നത്, ആതുര സേവനം ചെയ്യുന്നത്, മാധവ സേവ എന്ന് പറയുന്നത് മാനവ സേവയാണെന്ന് കരുതുന്നത്, ഇങ്ങനെയുള്ള എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്ത അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ യുവജനം നമ്മുടെ സർക്കാർ 1984 തീരുമാനിച്ചത്. 85 തൊട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം, ഈ സംഘടന, ഹോമിയോപ്പതിയുടെ ഈ സംഘടന 1960 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു തടസ്സവുമില്ല അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിൽ പ്രവർത്തിക്കുന്നവരുടെ ആ മനസ്സ്, അതിനെ ഒട്ടും പിന്നോട്ട് പോകാത്ത അവരുടെ ജീവിതം, ഇവിടെ നമ്മുടെ നാട്ടിലെ ഹോമിയോപ്പതിക്കെതിരായിട്ട് പറയുന്ന പല കാര്യങ്ങളെയും തിരിച്ചു കാണിക്കാൻ വേണ്ടിയുള്ള അവരുടെ ശ്രമം, ഹോമിയോപ്പതിയുടെ വികസനവും നവീകരണവും എല്ലാം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ രീതി കണ്ടാൽ ആനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. മാത്രമല്ല അവര് ഹോമിയോപ്പതിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, ഇതുപോലെയുള്ള സാംസ്കാരികമായ സാഹിത്യപരമായ കാര്യങ്ങളിലും പങ്കുചേരുന്നു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. ഇനി മറ്റൊരു സന്തോഷം ഞാൻ പങ്കുവയ്ക്കാം. കാരണം ഞാൻ ഒരു ഹോമിയോപ്പതി പേഷ്യൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എപ്പോഴും ഹോമിയോപ്പതി മാത്രമാണ് കഴിവിൻ്റെ പരമാവധി കഴിക്കുന്നത്, അലോപ്പതി കഴിച്ചിട്ടില്ലെന്നല്ല. എങ്കിലും എൻ്റെ ഒരു ഹെറിഡിറ്ററി വാസ്തവത്തിൽ ഹോമിയോപ്പതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാൻ ഡോക്ടർ ഭാഗ്യലക്ഷ്മിയുടെ പേഷ്യൻ്റാണ്. അങ്ങനെ എന്തുകൊണ്ടും എനിക്ക് ഹോമിയോപ്പതിയുടെ ഏത് കാര്യം പറഞ്ഞാലും ആർക്കെങ്കിലും ഒരു അസുഖം മാറിയെന്ന് കേട്ടാലും സന്തോഷം തോന്നുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇവിടെ എനിക്ക് എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് എൻ്റെ ഉദ്ഘാടനമാണ്. ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് നിങ്ങളെ സമയം കളയുന്നില്ല, കാരണം നല്ലൊരു പ്രഭാഷണം കേൾക്കാൻ നമ്മൾ ഇരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഞാൻ ഈ വെബിനാറിന്റെ ഉദ്ഘാടനം നടത്തുന്നു. നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. വളരെ നന്ദി മാഡത്തെ. വളരെ കുറിക്കുള്ള വാക്കുകൾ എന്താണോ ഉദ്ദേശിച്ചത് വളരെ കൃത്യമായി പറയാൻ കഴിഞ്ഞു. അതൊരു പാണ്ഡിത്യത്തിന്റെ ലക്ഷണം തന്നെയാണ്. തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇപ്പൊ നമ്മുടെ മുഖ്യപ്രഭാഷണത്തിന് അജയകുമാർ സാറിനെ കുറിച്ച് 2 വാക്ക് പറയാൻ നിവൃത്തിയില്ല. മുൻ ചീഫ് സെക്രട്ടറിയും സംസ്കൃത പണ്ഡിതനും എല്ലാം ആയ ശ്രീ ആർ രാമേന്ദ്രൻ നായർ സാറുടെ മകനാണ്. അപ്പോൾ മുമ്പ് ഒരു ഡോക്ടർ ഇങ്ങനെ ഉണ്ടായിരുന്നത് ഡോക്ടർ എം സാംബശിവൻ, അദ്ദേഹം ധാരാളം പ്രഭാഷണം നടത്തുമായിരുന്നു. അപ്പോൾ അതിനൊരു ഗ്യാപ്പ് അവിടെ വന്നു. രണ്ടുപേരും ഒന്ന് കോസ്മോപോളിറ്റൻ ഹോസ്പിറ്റലിൽ തുടക്കക്കാരനായിരുന്നെങ്കിൽ ഇപ്പൊ അതിന്റെ മെയിൻ ആളാണ് അജയകുമാർ സാറ്. അപ്പൊ ആ രംഗത്ത് സാറിന് എന്തായാലും തീർച്ചയായിട്ടും നമ്മളെ കഴിഞ്ഞ ദിവസം ഒരു പ്രഭാഷണം സാർ പറയുണ്ടായി, ജീവന്റെ അനിശ്ചിതത്വം, ശാസ്ത്രീയത എവിടെയാണെന്നൊക്കെ പറയുന്നത് വളരെ ടച്ചിങ് ആയിട്ട്. അപ്പൊ എനിക്ക് അന്ന് ഞാൻ സാറിനെ നോക്കി വെച്ചതാണ്. സാറിന് ഒരു പറഞ്ഞത്, ഹൃദയങ്ങളായിരം കീറി മുറിച്ച് ഞാൻ ഹൃദയത്തിന് തത്വം പഠിക്കാൻ, അങ്ങനെയല്ല, ഹൃദയത്തിന് തത്വം പഠിക്കുന്ന കീറി മുറിച്ചല്ല എന്ന് വളരെ ബോധ്യമുണ്ട് വ്യക്തികളുടെ അജയകുമാർ സാറ് ഇതിന്റെ പ്രഭാഷണത്തിലേക്ക് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്തി വരാൻ നീ ഉണരൂ, എഴുന്നേൽക്കൂ, ലക്ഷ്യം വരെ മുന്നേറൂ എന്ന ആപ്തവാക്യത്തിൽ പ്രഭാഷണം നടത്താനായിട്ട് അജയകുമാർ സാറിനെ ആദരവോടും ക്ഷണിക്കുന്നു. സാർ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ മനോജ് GS എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ഒരു ആധ്യാത്മികവും സാമൂഹികപരവുമായിട്ടുള്ള ഒരു കാര്യത്തിന്
വെറും ഒരു അലോപ്പതി അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ ഡോക്ടറായ എന്നോട് ആവശ്യപ്പെട്ടതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു, അത് എൻ്റെ അഭിവന്ദനായ പിതാവിനെ മനസ്സിലാക്കിക്കൊണ്ട്, അദ്ദേഹത്തിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് എനിക്ക് ഒരു അവസരം നൽകിയെന്ന്. അദ്ദേഹത്തിന്റെ മഹാത്മ്യം നോക്കി മകനെ നിങ്ങൾ അളക്കണ്ട, അദ്ദേഹത്തിന്റെ മഹാത്മ്യത്തിന്റെ 1000-1 പോലും മഹാത്മ്യം ഒന്നും ഉള്ള വ്യക്തിയല്ല ഞാൻ. പിന്നെ ഒരു മലയാളത്തിലൊരു ചൊല്ലുണ്ട്, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ കുഞ്ഞുനാൾ തൊട്ട് ഈ മുല്ലപ്പൂമ്പൊടി ഇങ്ങനെ ഏറ്റിട്ടുള്ള ഒരു സൗരഭ്യം വല്ലതും ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഞാൻ ബേസിക്കലി ഒരു കാർഡിയോളജിസ്റ്റും ഡോക്ടറുമാണ്. പിന്നെ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിന്റെ ഭരണ ചുമതല എനിക്ക് ഒരു സാങ്കത്യത്തിൽ ഇങ്ങനെ വന്നു എന്നുള്ളതേ ഉള്ളത്. ഞാൻ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു. അത് വളരെ തൽപരനായിട്ട് ചെയ്യുന്ന കാര്യം കൂടെ അല്ല, അത് നിർബന്ധപൂർവ്വം എന്നെ കൊണ്ട് ആളുകൾ ചെയ്യിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്തു പോകുന്നുള്ളതേ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ വിഷയത്തിലേക്ക് വരാം. ഇന്ന് ഈ പരിപാടി ഇവിടെ ഓർഗനൈസ് ചെയ്യുന്ന IFPH-നോട് ഉള്ള നന്ദി, എന്നെ ഇതിനെ ക്ഷണിച്ചതിനുള്ള നന്ദി ആദ്യമായിട്ട് ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ചും ഡോക്ടർ മനോജ് സാറിനോട്, അതുപോലെ ഇന്നിവിടെ സ്വാഗതം പറഞ്ഞ ഷാലു രാജൻ, അതുപോലെ കൃതജ്ഞ പറയുന്ന ഡോക്ടർ പി ശൈല, അതുപോലെ ഉദ്ഘാടനം ചെയ്ത സതി മാഡം വളരെ വളരെ ഈ കാര്യങ്ങളെ കുറിച്ച് നല്ല അവഗാഹമുള്ള വ്യക്തിത്വമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. മാഡം പറഞ്ഞ പല കാര്യങ്ങളും കേട്ട് കഴിയുമ്പോൾ എനിക്ക് ഇതിനകത്ത് അതിൽ കൂടുതലൊന്നും പറയാനില്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. എന്നാലും വിവേകാനന്ദ സ്വാമികളുടെ പേരിൽ നമ്മൾ യുവജന ദിനം നടത്തുന്നു. ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങനെ ഒരു നല്ല കാര്യം നടക്കുന്നു വർഷങ്ങളായിട്ട്. അതൊരു എടുത്ത് ശ്ലാഘിക്കേണ്ട കാര്യമാണ്. അത് അങ്ങനെ ഒരു തീരുമാനം എടുത്ത ആരാണെങ്കിലും, അത് വളരെ പണ്ട് ഉണ്ടായിരുന്ന ഏതോ ഗവൺമെന്റ് എടുത്തതാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ ഏത് ഗവൺമെന്റ് ആണെന്നോ ഏത് മന്ത്രിയാണെന്നോ എനിക്ക് ഓർമ്മ അറിയില്ലെങ്കിലും ആ തീരുമാനം എടുത്ത ആളുടെ ആ സാങ്കത്യം, ഈ കാര്യം കൃത്യമായി മനസ്സിലാക്കി ചെയ്തതിലുള്ള അവരുടെ ആ കർമ്മത്തിന് വളരെ വളരെ മാനസികമായിട്ട് ഞാൻ അവരെ നന്ദി അർപ്പിക്കുകയാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതത്തിന്റെ ചരിത്രത്തിൽ തന്നെ വളരെ ചെറുപ്പത്തിൽ, നമ്മളിപ്പോ യുവജന ദിനം എന്ന് പറയുമ്പോൾ വളരെ വയസ്സായ ഒരാളുടെ ചട്ടമ്പി സ്വാമി തിരുവടികളോ നാരായണ ഗുരുദേവനോ ഒന്നുമല്ല. വളരെ ചെറുപ്പത്തിൽ 39 വയസ്സ് കഴിഞ്ഞ് 40 വയസ്സാവുന്നതിന് മുമ്പ് അദ്ദേഹം നമ്മളെ വിട്ട് ദിവംഗതനായി പോവുകയും യശസ്വരനായി മാറുകയും ചെയ്ത വ്യക്തിത്വമാണ് സ്വാമി വിവേകാനന്ദൻ. വിവേകാനന്ദ സ്വാമിയുടെ ആ ഒരു ജീവചരിത്രമൊക്കെ സജി മാഡം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം അന്നത്തെ കാലത്ത് 1863 അദ്ദേഹം ജനിച്ചത്. ഇപ്പോ 164ാമത്തെ ജന്മദിനമാണ് ഇവിടെ ആഘോഷിക്കപ്പെടുന്നത്. 164. അപ്പൊ 150 കഴിഞ്ഞു, അത് കഴിഞ്ഞ് 164, ഇനി അടുത്ത 200ലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടമാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം വെച്ച് നോക്കുകയാണെങ്കിൽ. അദ്ദേഹം ദിവംഗതനായതാണെങ്കിലും 1902 ജൂലൈ മാസം 6-ാം തീയതി ആണ് അദ്ദേഹം ദിവംഗതനായത്. അപ്പം ഈ ജനുവരി 12-ാം തീയതി 164ാമത്തെ ജന്മദിനാഘോഷം ആയിട്ട് എടുക്കുന്ന ഇന്നത്തെ ഈ യുവജന ദിനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിക്കുക, അദ്ദേഹത്തിനെ പറ്റി, അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്, അദ്ദേഹം നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹം എന്താണ്, അദ്ദേഹത്തിന്റെ പാത എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയ ശ്രമം മാത്രമാണ് ഞാനിവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. വളരെ ചെറുപ്പകാലത്ത് തന്നെ അദ്ദേഹം, നേരത്തെ സതിമാഡം പറഞ്ഞതുപോലെ, ഒരു റിബലിയസ് ആയിട്ട് എല്ലാ കാര്യത്തിനെയും വിശകലനം ചെയ്യുകയും, ഒന്നും ആരെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ അച്ഛനമ്മമാര് പറഞ്ഞു അല്ലെങ്കിൽ ഗുരുക്കന്മാര് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് വാക്ക് പറഞ്ഞു അത് അതുപോലെ തന്നെ അങ്ങ് ഏറ്റെടുക്കുക എന്നുള്ള ഒരു രീതി അല്ലായിരുന്നു. എല്ലാത്തിനെയും വളരെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കുകയും അതിനകത്തെ കാര്യം ബോധ്യമുണ്ടായാൽ മാത്രം അതിനെ ഏറ്റെടുക്കുകയും അല്ലാത്തതിനെ തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു പ്രകൃതമായിരുന്നു വിവേകാനന്ദ സ്വാമിയുടെ. അപ്പോൾ ആദ്യം അദ്ദേഹം ഈ ദൈവിക ചിന്തയും ആധ്യാത്മികതയൊക്കെ വളരെ ഒരു സംശയത്തോടു കൂടി വീക്ഷിച്ച് മുമ്പോട്ട് വന്ന ഒരു വ്യക്തിയാണ്. അത് നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിൽ അത് വളരെ, ഞാൻ പറയുകയാണെങ്കിൽ അത് ആർഷഭാരത സംസ്കാരത്തിന്റെ ഭാഗം തന്നെയാണ് അങ്ങനെ ഒരു ചിന്ത ചെറുപ്പത്തിൽ വരിക എന്നുള്ളത്. നമ്മൾ പണ്ട് പറയും,
ഇഫ് യു ആർ നോട്ട് എ കമ്മ്യൂണിസ്റ്റ് അറ്റ് ദി ഏജ് ഓഫ് 20 യു ഡോണ്ട് ഹാവ് എ ഹാർട്ട് എന്ന് പറയും. നിങ്ങൾക്ക് ഹൃദയമില്ലാത്ത ഒരു മനുഷ്യരാണെങ്കിൽ 20-ആം വയസ്സിൽ ചെറുപ്പത്തിൽ നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് ആവില്ല. കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിനെ പറ്റി പറയുകയാണ്. പിന്നെ അതിന് വേറൊരു അടുത്ത വരിയുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അറ്റ് ദി ഏജ് ഓഫ് 40 എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല. ഞാൻ അതിനെക്കുറിച്ച് അല്ലല്ലോ ഇവിടെ പറയുന്നത്. എന്തായാലും ഞാനിപ്പോ പറയുകയാണെങ്കിൽ ഇപ്പം സദ്ഗുരു എന്ന് പറഞ്ഞിപ്പോ ഒരു ഗുരു ഉണ്ട്. അദ്ദേഹം ചെറുപ്പത്തിലെ നക്സലൈറ്റ് ആയിട്ട് നടന്ന ആളാണ്. ജഗ്ഗി വാസുദേവ് എന്ന് പറയുന്ന അദ്ദേഹം ഇപ്പൊ ഒരു ഏറ്റവും വലിയ ആധ്യാത്മിക ആചാര്യനാണ്. അദ്ദേഹം വിവേകാനന്ദ സ്വാമിയെ കുറിച്ച് പറഞ്ഞ ചില വീഡിയോസ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ചെറുപ്പത്തിൽ വളരെ രൂക്ഷമായി ആധ്യാത്മികതയും ദൈവിക ചിന്തയൊക്കെ എതിർക്കുകയും അതിനെ ശക്തമായി പ്രതിരോധിക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്ത വ്യക്തികളാണ് പലരും പിന്നീടുള്ള കാലഘട്ടത്തിൽ വളരെ വളരെ ആധ്യാത്മികതയിലേക്ക് വന്നത്. അപ്പൊ അതാണ് നമ്മുടെ ഒരു പാരമ്പര്യം. അത് തന്നെയാണ് ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്തി വരാൻ നിബോധത എന്നുള്ളതാണ് ഞാനിപ്പോ ഇവിടെ നൽകിയ നമ്മുടെ ഇന്നത്തെ ഒരു വാചകം. മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മളത് വളരെ മനോജ് വളരെ ഭംഗിയായിട്ട് ഉണരൂ, എഴുന്നേൽക്കൂ, ലക്ഷ്യം വരെ മുന്നേറൂ എന്ന് അദ്ദേഹം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മലയാളത്തിലാക്കി തരികയും ചെയ്തു. അത് സതി മാഡം നേരത്തെ പറഞ്ഞതുപോലെ കഠോപനിഷത്തിനകത്ത് ഉള്ള ഒരു വാചകമാണ്. അവിടെ ഈ ഒരു ഗുരുവിനെ തേടി ലോകം മുഴുവൻ നടന്ന ഒരു ചെറുപ്പക്കാരൻ അവസാനം വഴികാട്ടി ഒരാള് പറഞ്ഞ് നേരെ നചികേതസ് അദ്ദേഹം നേരെ പോയത് യമധർമ്മന്റെ അടുത്താണ്, കാലന്റെ അടുത്താണ് പോകുന്നത്. മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന കാലന്റെ അടുത്തേക്കാണ് അവസാനം ചെല്ലുന്നത്. അപ്പൊ കാലൻ പറഞ്ഞു കൊടുത്ത ഉപദേശങ്ങളാണ് കഠോപനിഷത്തിനകത്ത് വരുന്നത്. അതിനകത്ത് വരുന്ന ഒരു ശ്ലോകത്തിന്റെ ആദ്യത്തെ വരിയാണ് ഈ പറയുന്ന ഉണരൂ, എഴുന്നേൽക്കൂ, ലക്ഷ്യം വരെ മുന്നേറൂ എന്ന് മലയാളത്തിൽ നമ്മൾ പറഞ്ഞ ഈ വാക്യം. അപ്പൊ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ കഠോപനിഷത്തിനകത്ത് അത് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഉണരൂ എന്ന് പറയുമ്പോൾ നമ്മള് എപ്പോഴും ഒരു മയക്കത്തിലാണ്. ഉണർന്നിരിക്കുന്നത് നമുക്ക് ഒരു തോന്നൽ മാത്രമാണ്. ഒരു മായയുടെ ജാലത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇങ്ങനെ ജനിക്കുന്നു, ഇങ്ങനെ ജീവിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, കുറെ കാലം കഴിഞ്ഞ് മരിച്ചു പോകുന്നു. ആ ഒരു മായാജാലത്തിനകത്ത് ഇങ്ങനെ കിടക്കുന്നതല്ലാതെ അത് ബ്രേക്ക് ചെയ്ത് നമുക്ക് വെളിയിലേക്ക് വരാനോ ആ ശരിയായ ആധ്യാത്മിക തത്വം മനസ്സിലാക്കാനോ നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ ജീവൻ അതിന്റെ ലക്ഷ്യം എന്താണ്, അത് എവിടുന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനുള്ള ശ്രമം ഒന്നും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. അപ്പൊ ആധ്യാത്മികമായിട്ടുള്ള ഒരു ചേതസ് നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയാണ് ഉണരൂ, ഉണർന്ന് ഈ മയക്കത്തിൽ നിന്ന് ഉണരൂ എന്നാണ് ആ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട അർത്ഥം. അത് തന്നെയാണ് വിവേകാനന്ദ സ്വാമികൾ നമ്മുടെ ഈ പിന്നീടുള്ള തലമുറകൾക്ക് നൽകിയത്. അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം ജീവിച്ചത് 1863 തൊട്ട് 1902 വരെ എന്ന് പറയുമ്പോൾ, ഈവൻ മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തുന്നത് 1920 ഓർക്കണം. അദ്ദേഹം വരുന്നതിനും ഒരു 10-18 വർഷം മുമ്പ് ഇദ്ദേഹം കാലയവനികയ്ക്കുള്ളിലേക്ക് പോയി കഴിഞ്ഞു. അപ്പം അത്രയും മുമ്പ് നമുക്ക് ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു കാലഘട്ടം. നമ്മളെ ഒരു ഗതിയും പരഗതിയും ഉണ്ടാവില്ല, നമുക്ക് ആരും ഒരു നാഥനവും നമ്പിയില്ല, കണ്ടവന്റെ അടിമയായിട്ട് കിടന്ന് നശിക്കാനേ ഞങ്ങൾക്ക് അവസരമുള്ളൂ എന്ന് മാനസികമായി നമ്മൾ വളരെ ഡിപ്രഷനിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഇദ്ദേഹത്തിനെ പോലെ ഇങ്ങനെ കത്തിജ്വലിക്കുന്ന ഈ ഒരു ആത്മാവ് എന്ന് തന്നെ പറയണം, ഇങ്ങനെ നമുക്ക് വന്നിട്ട് നമുക്കൊരു വഴികാട്ടിയായി വന്ന് അദ്ദേഹം വളരെ ചുരുക്കിയ ജന്മകാലം കൊണ്ട് 39 വർഷം, 40 വയസ്സ് തികച്ചില്ല. അത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പലരുമൊക്കെ, ഞാൻ തന്നെ ഇപ്പൊ 54 വയസ്സായി. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, അദ്ദേഹം 18 വയസ്സിലോ 20 വയസ്സിലോ തന്നെ ആത്മജ്ഞാനം ഉണ്ടായ ആളാണ്. അത് കഴിഞ്ഞ പിന്നെ ഉള്ള ഒരു 10, 18, 19 വർഷം കൊണ്ടാണ് ലോകം മുഴുവൻ ഓടി നടന്ന് യൂറോപ്പും അമേരിക്കയും ഇങ്ങനെ എല്ലായിടത്തും കറങ്ങി നടന്ന് ഇന്ത്യയുടെ നമ്മുടെ ആർഷഭാരത സംസ്കാരത്തിനെയും നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ഈ മെസ്സേജ് എന്ന് പറഞ്ഞാൽ വേദങ്ങളിനകത്ത് ഉറങ്ങിക്കിടക്കുന്ന, ആരും മനസ്സിലാക്കാതെ കിടന്ന് വളരെ ചുരുക്കം ആൾക്കാർ മാത്രം മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യത്തെ സാർവലൗകികമായി ലോകം മുഴുവനും, അതും ഇന്ത്യയിലല്ല ഇന്ത്യക്ക് പുറത്തും എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരികയും അവർക്കൊക്കെ ആ ഒരു മെസ്സേജ് അവരുടെ എല്ലാം അടുത്തെത്തിക്കുകയും, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമായിരുന്നില്ല അന്ന്.
അദ്ദേഹത്തിന് നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ഈ പറയുന്ന ഒരുപാട് അവസരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് പേഴ്സണലി ഇവിടുന്ന് അന്നും ഫ്ലൈറ്റും ഇല്ല. ഷിപ്പിൽ കയറിയാല് ഒരു മാസമൊക്കെ പിടിക്കും അങ്ങ് അമേരിക്കയിൽ എത്തണമെങ്കിൽ. എവിടേക്കോ കറങ്ങി എങ്ങനെയോ അമേരിക്കയിൽ പോയി അവിടെ ചെന്നിട്ട് തന്നെ പുള്ളിക്ക് അവിടെ പ്രസംഗിക്കാൻ ചെന്നപ്പോഴത്തേക്ക് ലേറ്റായി പോയി എന്ന് പറഞ്ഞ് പുള്ളിക്ക് അവസരം കൊടുത്തില്ല. എന്നിട്ട് അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൊഫസർ പുള്ളിയായിട്ട് സംസാരിച്ചപ്പോൾ പുള്ളിയുടെ മഹത്വം മനസ്സിലാക്കി ആ പ്രൊഫസർ പോയി നിർബന്ധം പറഞ്ഞിട്ടാണ് അവസാനം ഷിക്കാഗോയിൽ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ ഒരു അവസരം പോലും കിട്ടിയത്. പക്ഷെ അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ അത് ലോകത്തിന് എക്കാലത്തും മറക്കാൻ പറ്റാത്ത ഒരു പ്രസംഗവും, അവിടെയുള്ള ജനതയ്ക്ക് ഇങ്ങനെയുണ്ടോ ഒരു സംസ്കാരം, ഇങ്ങനെ ഒരു എല്ലാത്തിനെയും ഒഴിവാക്കാതെ എല്ലാത്തിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളെയും ജീവസ്സുള്ളതിനെയും ജീവമില്ലാത്തതിനെയും എല്ലാം, ഭൂമിയിലുള്ളതിനെയും ഭൂമിക്ക് പുറത്തുള്ളതിനെയും എല്ലാം കൂടെ എൻകംപസ് ചെയ്തുകൊണ്ടുള്ള ഒരു തത്വചിന്ത അതിലേക്ക് എല്ലാവരും നയിക്കാനും എല്ലാവരുടെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഏറ്റവും ആറ്റത്തിനകത്ത് നോക്കിയാൽ ഒരു ആറ്റത്തിനകത്തും ഇലക്ട്രോൺസ് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമി സൂര്യനെ കറങ്ങുകയാണ്. സൂര്യൻ മിൽക്കി വേയുടെ നടുക്കുള്ള മാസീവ് ബ്ലാക്ക് ഹോളിനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബ്ലാക്ക് ഹോളും ഈ മിൽക്കി വേയും വളരെ വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ എപ്പോഴും ചലനാത്മകമായിട്ടുള്ള ഈ അണ്ടകടാഹത്തിൽ നമ്മള് ജീവനുള്ളത് ജീവനില്ലാത്തതെന്ന് പോലും തിരിച്ചറിയേണ്ട കാര്യമില്ല. ജീവനില്ലാത്തതിനകത്തും ചലനമുണ്ട്. എല്ലാത്തിനകത്തും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോഴും നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെന്ന് പറഞ്ഞാൽ ഭൂമി കറങ്ങുന്നതിന്റെ കൂടെ നമ്മൾ കറങ്ങുകയാണ്. ഭൂമി റൊട്ടേഷൻ ഉണ്ട്, റെവല്യൂഷൻ ഉണ്ട്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ മൂവ്മെന്റിലാണ് നമ്മൾ. അപ്പൊ അങ്ങനെയുള്ള ഒരു ചലനാത്മകമായ അണ്ടകടാഹത്തിൽ നമ്മൾ എവിടെയോ നിൽക്കുന്നു. അതിനകത്ത് എന്താണ് നമ്മുടെ, എവിടുന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, എന്താണ് നമ്മുടെ അസ്തിത്വം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണ, അതിലേക്കുള്ള ഒരു വഴികാട്ടിയായ നമ്മുടെ വേദങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന, ഉപനിഷത്തുകളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ സംസ്കാരത്തെയും ആ ജ്ഞാനത്തെയും തുറന്നു കാണിച്ചു കൊടുക്കുക. നമ്മുടെ അടുത്ത തലമുറകൾക്ക് എടുത്തു കാണിച്ചു കൊടുക്കുക. അടുത്ത തലമുറകൾക്ക് നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ മഹത്വം എന്താണെന്നുള്ളത് ചൂണ്ടിക്കാണിക്കുക എന്നുള്ള വളരെ വളരെ അന്നത്തെ കാലത്ത് വളരെ വളരെ കഠിനമായ ഒരു കാര്യം വളരെ ചുരുക്കം സമയം കൊണ്ട് ചെയ്തെടുത്തു. ഞാനത് പറഞ്ഞു വന്നത് 39 വയസ്സെന്ന് പറയുമ്പോൾ നമ്മൾ ഈ അറിയപ്പെടുന്ന വളരെ വളരെ മഹാന്മാരെല്ലാവരും തന്നെ 30 വയസ്സും 32 വയസ്സും 39 വയസ്സിലും ഒക്കെ മരിച്ച ആൾക്കാരാണ്. ഇപ്പൊ ജീസസ് ക്രൈസ്റ്റ് 32 വയസ്സിലാണ് അദ്ദേഹത്തെ കുരിശിൽ തറയ്ക്കുന്നത്. നമ്മുടെ അതേപോലെ തന്നെയാണ് 32 വയസ്സിലാണ് ആദി ശങ്കരാചാര്യ സ്വാമി അങ്ങ് കേദാർനാഥിൽ അങ്ങ് കയറി പോയത്. അദ്ദേഹം പിന്നെ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല. 32 വയസ്സിനകത്താണ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇവരെല്ലാം ചെയ്തിട്ടുള്ളത്. വെറും 39 വയസ്സിനകത്താണ് ഈ പറയുന്ന നരേന്ദ്രനാഥ് ദത്ത എന്ന് ചെറുപ്പത്തിൽ പേരുണ്ടായിരുന്ന, നരേൻ എന്ന് വിളിച്ചിരുന്ന ആ ചെറുപ്പക്കാരൻ വിവേകാനന്ദ സ്വാമികളായി ഈ കാര്യങ്ങളെല്ലാം ചെയ്യുകയും രാമകൃഷ്ണ മിഷനും അതുപോലെ രാമകൃഷ്ണ മഠവും സ്ഥാപിക്കുകയും അതിന് അന്ന് ഇവരുടെയൊക്കെ ആത്മാവിന്റെ ചൈതന്യം കൊണ്ടാണ് അവരൊക്കെ വളരെ പുള്ളി അത് കഴിഞ്ഞ് രാമകൃഷ്ണ മിഷൻ ഉണ്ടാക്കിയിട്ട് കുറച്ച് വർഷങ്ങൾ ജീവിച്ചിരുന്നു. പക്ഷെ ആ ഒരു കുറച്ച് വർഷങ്ങൾ കൊണ്ട് പുള്ളി ചെയ്തു വെച്ച കാര്യം ഇപ്പോഴും അതിനേക്കാളും ശക്തമായി നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആത്മചൈതന്യമാണ് അതിന്റെ ഗൈഡിങ് ഫോഴ്സ്. ഇപ്പൊ തന്നെ ആദിശങ്കരാചാര്യ സ്വാമി 4 മഠം സ്ഥാപിച്ചിട്ട് പോയി. എന്നിട്ട് ഇപ്പോഴും ആ 4 മഠങ്ങളും ഇപ്പോഴും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് 1200 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും അത് ശക്തമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതുപോലെ അവരുടെ വഴികാട്ടി, ഈ പറയുന്ന മഹാന്മാരായ വ്യക്തികളുടെ വഴികാട്ടി, അവർ കാണിച്ചു തന്ന പാതയിൽ കൂടെ മുമ്പോട്ട് പോകാൻ നമുക്ക് അവസരം തന്നിരിക്കുകയാണ്. ആ അവസരം ഉപയോഗിക്കാനായി അടുത്ത തലമുറയ്ക്ക്, ചെറുപ്പക്കാർക്ക് നമ്മുടെ ഈ മഹത്തായ നമ്മുടെ ഈ ജ്ഞാനം, നമ്മുടെ ഭാരതീയ സംസ്കാരവും അതിനകത്ത് ഉറങ്ങിക്കിടക്കുന്ന ജ്ഞാനവും എല്ലാം അടുത്ത തലമുറയിലേക്ക് കൈമാറാനുള്ള ഒരു അവസരമായിട്ട് ഈ ദിവസം, അദ്ദേഹത്തിന്റെ ഈ സ്മരണ ദിവസം മാറട്ടെ. അത് ചെയ്യുന്ന, അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരോടും IFPHനോടും മനോജ് സാറിനോടും ഒക്കെ ഉള്ള നന്ദി ഞാൻ ഒന്നും കൂടെ എടുത്തു പറയുന്നു. വിവേകാനന്ദ സ്വാമികളുടെ അനുഗ്രഹം നമ്മൾ എല്ലാവർക്കും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നന്ദി സാർ. വളരെ 39 വയസ്സെന്ന് പറയുമ്പോൾ ശരിക്കും അദ്ദേഹത്തിന്റെ ഗുരു പറയുന്നുണ്ട്,
അവൻ ആരെന്ന് സ്വയം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ ശരീരം വിട്ടുപോകുന്നാണ് പറയുന്നത്. അപ്പൊ അതുപോലെ ശങ്കരാചാര്യന് ഗോവിന്ദപാദർ ചോദിക്കുകയാണ്, ശങ്കരാ നിനക്ക് പോകാൻ സമയമായി, എന്ത് വേണമെന്ന് വെച്ചാൽ അദ്ദേഹം പറഞ്ഞ വാക്കാണ്, എനിക്കൊന്നും പ്രശ്നമല്ല, എന്റെ മനസ്സ് ഈശ്വരനിലായിരുന്നു മതി എന്നുള്ളതാണ്. അപ്പൊ ഈ പറഞ്ഞ 30 to 40 എന്തോ ഒരു നിർണായക സമയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പ്രമുഖരായ വ്യക്തികൾ ആ സമയത്ത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മരിച്ചുപോയി എന്ന് നമുക്ക് പറയാം, സാമാന്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ. അവിടെയാണ് ഒരു വിഷയം. പക്ഷെ പ്രശ്നം വെച്ചാൽ അവരുടെയൊക്കെ ചൈതന്യം ഇപ്പോഴും നിലനിൽക്കുന്നത് രാമകൃഷ്ണ മിഷൻ അല്ലെങ്കിൽ രാമകൃഷ്ണ മഠം എന്ന് പറയുന്നത് എവിടെ ഇന്ത്യയിൽ മുഴുവൻ ഉണ്ട്. ഇന്ത്യ കേരളത്തിൽ തന്നെ എവിടെയൊക്കെ ഉണ്ട്. ഇതെല്ലാം വിവേകാനന്ദ സ്വാമിയുടെ ചൈതന്യമാണ് അവിടെ നിലനിൽക്കുന്നത്. തീർച്ചയായും അതെ. മാത്രമല്ല ഇദ്ദേഹത്തിന് വിദിശയിലെ രാജാവാണെന്നുള്ള സ്വാമി വിവേകാനന്ദന്റെ പേരിട്ടത്. ദിശ അടുത്ത രാജാവായിരുന്നു വിവേകാനന്ദ പേരിട്ടത്. മാത്രമല്ല ഈശ്വരനെ അറിയാമെന്ന് എങ്ങനെ കാണാമെന്ന് വെച്ചപ്പോൾ തലയിൽ കൈവച്ചപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് ബോധം പോയെന്നാണ് പറയുന്നത്. പുള്ളി ഈ ഫിസിക്കൽ ശക്തിയിൽ വളരെ വിശ്വസിച്ചിരുന്ന ഒരാളാണ്. ശരീരത്തെ ഗുസ്തിയൊക്കെ പഠിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് വെച്ച് വന്ന ആള് രാമകൃഷ്ണ പരമഹംസന് വളരെ കൃഷകാത്തരനായ ഒരാളിന് അടുത്ത് നിന്നിട്ട് ആ കൈ തലയിൽ വെച്ചപ്പോഴത്തേക്ക് ബോധം കിട്ടും എന്ന് പറയുന്നത് ഇലക്ട്രിക് ഷോക്ക് അടിച്ചാണ് പറയുന്നത്. ഒരു നിമിഷം കൊണ്ട് മണിക്കൂറുകളോളം ബോധമില്ലായിരുന്നതാണ്. അതെ 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 അതെ. നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ ആ ഒരു ചൈതന്യത്തിന്റെ ഹോമിയോപ്പതി മരുന്നിലൂടെ കാണാം സാർ. പൊട്ടൻഡേസ് മെഡിസിനിലൂടെ സൂക്ഷ്മമായ നമ്മൾ അണോരണിയാൻ മഹിതോ മഹിയാൻ എന്ന് പറഞ്ഞ വളരെ സൂക്ഷ്മമായ തത്വങ്ങളെ എങ്ങനെ പ്രായോഗികമായി എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ തെളിയുന്നത് ഏറ്റവും വലിയ ശാസ്ത്രം ഹോമിയോപ്പതി. കാരണം സിലീഷ്യ ഒരു മെഡിസിൻ വെറും മണലിൽ നിന്ന് എടുക്കുന്നതാണ്, ശരിക്കും ന്യൂട്രലാണ്. അതിനെപ്പോലും വളരെ അത്ഭുതകരമായിട്ട് മെഡിസിൻ സാർ നേരത്തെ പറഞ്ഞ പോലെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഊർജ പ്രവാഹത്തെ, ഊർജ താണ്ഡവത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് ഹോമിയോപ്പതി മരുന്ന്. അങ്ങേക്ക് എന്തോ ഒരു ഭാഗ്യമുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു പ്രസ്ഥാനത്തിലൂടെ ഭാഗവാൻ കഴിഞ്ഞു. അത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് ചർച്ചയിലേക്ക് പോകാം. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഗസ്റ്റിനോട് അദ്ദേഹത്തോട് സംസാരിക്കാം. ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. ഡോക്ടർ അജിനി എന്തെങ്കിലും പറയാനുണ്ടോ? ഡോക്ടർ അജിനി. നേരത്തെ പറഞ്ഞ കടോപനിഷത്തിൽ പറയുമല്ലോ, അതായത് ആ അച്ഛൻ പറയുകയാണ്, അപ്പൊ ദാനം ചെയ്തപ്പോഴാണ് ചോദിക്കുന്നത് നീ ആർക്ക് എന്നെ കൊടുക്കും, അച്ഛനോട് ചോദിക്കുകയാണ് അങ്ങ് എന്നെ ആർക്ക് കൊടുക്കുന്നത്. അപ്പൊ പലതവണ അച്ഛന് ദേഷ്യം വരും, ഞാൻ നിനക്ക് എന്നെ കാലന് കൊടുക്കും എന്നാ പറയുന്നത്. അപ്പൊ കുട്ടി പറയും എന്റെ അച്ഛന്റെ വാക്ക് പാഴാവാൻ പാടില്ല. അങ്ങനെയാണ് യമപുരിയിലേക്ക് പുറപ്പെടുന്നതും. അവിടുത്തെ 3 ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം ശാന്തസങ്കല്പ സുമനാഭാവം, എന്റെ അച്ഛൻ തിരിച്ചെന്നെ സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ മരണാനന്തര ജീവിതം. ശരിക്കും നമ്മൾ ഇന്നത്തെ കുട്ടികളെ കുറിച്ച് പറയും, 3 വയസ്സുള്ള കുട്ടി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു, ഭയങ്കര പക്ഷെ അത് ആലോചിച്ച് നോക്കുക, 5 വയസ്സുള്ള കുട്ടി ഈ ബ്രഹ്മതത്വത്തെ ഇങ്ങനെ ഹസ്താമലാനെ പോലെ ഒരു കൈക്കകത്ത് നെല്ലിക്ക പോലെ ഇങ്ങനെ അനാവരണം ചെയ്യുന്ന അത്ഭുതകരമായ കാഴ്ചയാണ്. ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഒരുപാട് പഠിക്കേണ്ടത്. അങ്ങ് പഠിച്ചു ഒരുപാട് സന്തോഷം. പ്രത്യേകിച്ച് ഡോക്ടർമാര് 100% അറിഞ്ഞിരിക്കേണ്ടതാണ്. അത്രത്തോളം അനിശ്ചിതത്വം നിറഞ്ഞിരിക്കുന്നത് അല്ല സാർ. ഓരോ നിമിഷത്തിലും ഇതിനകത്ത് വിശ്വസിക്കാനൊക്കാത്ത ഒരുപാട് മാറ്റങ്ങൾ, ബ്രഹ്മാണ്ടങ്ങൾ നിന്റെ ഉള്ളിലുണ്ടെന്ന് ഒരു രാമായണത്തിൽ പറഞ്ഞ വരികളുണ്ട്, നിന്റെ ഉള്ളിൽ കഴിയുന്നു. അപ്പൊ ആ ഒരു കാഴ്ചപ്പാടിനെ ആവാഹനം തീർച്ചയായും ഡോക്ടർ, പ്രത്യേകിച്ച് അങ്ങേ പോലുള്ള ഒരു കാർഡിയോളജിസ്റ്റാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഷൈൽ ഡോക്ടറെ. മ്യൂട്ട് ചെയ്യുമ്പോ ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. അജയകുമാർ സാറ് അല്ലെങ്കിൽ മനോജ് ഡോക്ടറൊക്കെ ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ ഈ 164 ജന്മദിനമാണ് ഇന്ന് സ്വാമി വിവേകാനന്ദന്റെ. ഇത്രയും വർഷവും അദ്ദേഹത്തിനെ എല്ലാവരും ഓർമ്മിക്കുകയും അദ്ദേഹത്തിന്റെ വാക്കുകളെ ഓർമ്മിക്കുകയും അനുസ്മരിക്കുകയും അതിനായിട്ടൊരു ദിവസം മാറ്റിവെക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവര് ആ ജീവിച്ചിരുന്ന അതിന്റെ അർത്ഥം ഇപ്പോഴും മുമ്പോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത് അവരുടെ ചൈതന്യം കൊണ്ട് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കൊക്കെ എനിക്കൊക്കെ ഒരു നഷ്ടബോധമാണ് തോന്നുന്നത്. ആ കാലഘട്ടങ്ങളിൽ ജീവിക്കാൻ പറ്റിയില്ലല്ലോ, അവരെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു വിഷമമാണ് എനിക്ക് തോന്നുന്നത്. അവരെയൊക്കെ ഒന്ന് കണ്ടാൽ തന്നെ നമുക്ക്, അല്ലെങ്കിൽ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അവരുടെ മഹാത്മ്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും അവരെയൊക്കെ ഒന്ന് കാണാനുള്ള ഒരു ഭാഗ്യമൊക്കെ കിട്ടുമായിരുന്നു. അന്ന് ജീവിച്ചിരുന്നവരും കണ്ടവരും ഒക്കെ സുഹൃതം ചെയ്തവരാണെന്ന് ഞാൻ വിചാരിക്കും. അത് പറഞ്ഞപ്പോ ഒരു കാര്യം ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു. രാമകൃഷ്ണ പരമഹംസന്റെ ഭാര്യ ഉണ്ടല്ലോ, ശാരദാദേവി. ഭാരതാദേവി.
അപ്പൊ ഈ കൽക്കട്ട കാളി ക്ഷേത്രത്തിലെ ഫോട്ടോ ഒരു വിദേശി ഒന്ന് എടുക്കുന്ന കേട്ടപ്പോ അവര് പറഞ്ഞതാണ്, അവൾ അറിയുന്നില്ല അവൾ ഉണ്ടാക്കി വെച്ചതിന്റെ ഫോട്ടോയാണ് അവൾ എടുക്കുകയാണെന്നുള്ളത്. അപ്പൊ ഈ ഒരു പക്ഷേ ഷൈൽ ഡോക്ടർ അറിഞ്ഞിട്ടുണ്ടാവില്ല, അന്ന് വേറെ വേഷത്തിലായിരിക്കും അവിടെ ഉണ്ടായിരുന്നുള്ളത്. ഉണ്ടായിരിക്കും. വേഷം മാറാൻ നിന്നതാണ് സത്യം. അതുകൊണ്ട് ഈ പറഞ്ഞ കണക്ക് ഇതെല്ലാം ഈ അനുപശി യഥാപൂർവ്വ പ്രതിപശി തഥാപരെ സസ്യോ പത്തിജായത എന്ന് പറയും. അത് പുല്ലുപോലെയാണെന്ന്. മഴ വരുമ്പോൾ വീണ്ടും കിളിർത്തു വരും, വേനലാകുമ്പോൾ അരിഞ്ഞു പോകുമെന്ന പറയുന്നത് ഉപനിഷത്ത് വാക്യങ്ങൾ പറയുന്നത്. അപ്പൊ ഈ മനുഷ്യ ജന്മങ്ങളെ എല്ലാ ജന്മങ്ങളെയും ഇപ്പൊ നമ്മൾ ഒന്നിനെയും സാർ നേരത്തെ പറഞ്ഞ പോലെ വിലയിരുത്തി കാണുന്നില്ല, എല്ലാത്തിനകത്തും ആ പരമമായ ചൈതന്യത്തിൽ തന്നെ കാണുന്നു. ഹ്യൂബർ ഡോക്ടറെ, ഹലോ, കേൾക്കാം? അത് കഴിഞ്ഞ് പരിസാറിലേക്ക് വരാം. സാറേ വെയിറ്റ് ചെയ്യണേ. ഹ്യൂബർ ഡോക്ടർ പറഞ്ഞോളൂ. കേൾക്കാവോ? കേൾക്കാവോ? കേൾക്കണം. ഇല്ല, ഇത് ശ്രീരാമകൃഷ്ണ പരമഹംസരുമായിട്ട് സ്വാമി വിവേകാനന്ദന്റെ അനുഭവം നമ്മളിപ്പോ പങ്കുവച്ചു കഴിഞ്ഞു. ഇത് നമുക്കിപ്പോ ഒരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞു ഹാനിമാൻ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ജീവശക്തി പ്രയോഗത്തെക്കുറിച്ച്, ജീവശക്തി കൊണ്ട് ഉപയോഗിക്കാവുന്ന ഇതിനെക്കുറിച്ചും പാസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച്, മെസ്മറിസം 290 ആ ഒരു ഏകദേശം ആ അഫോറിസംസ് ആണ്. അതായത് മനുഷ്യന്റെ ശക്തിയെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും, അത് തെറ്റായ രീതിയിൽ എങ്ങനെ ഉപയോഗിക്കും, അറിയാതെ ഉപയോഗിച്ച് തന്നാൽ എങ്ങനെ തെറ്റായിട്ട് ഭവിക്കും, രോഗം കുറയുന്നതിന് പകരം രോഗം കൂടുതലാക്കി മാറ്റിക്കളയും. അപ്പൊ അത് പാസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ്. അതായത് ജീവശക്തി പ്രയോഗം ശരീരത്തിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ കടത്തിവിടുക. ഇപ്പൊ പവർ കൂടിയ ഒരു വ്യക്തി മറ്റൊരാളുടെ ദേഹത്തൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ തന്നെ അവരുടെ ഇദ്ദേഹം കറക്റ്റായിട്ടുള്ള പൊസിഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ പൊസിഷനിലോട്ട് കൊണ്ടുപോകുമ്പോൾ പല പ്രാവശ്യം കൊണ്ടുപോയി തരുമ്പോൾ ആ ജീവശക്തി പ്രയോഗം അയാളുടെ ശരീരത്തിൽ ബാധിക്കും. അങ്ങനെ രോഗത്തെ സുഖപ്പെടുത്താൻ പറ്റുമെന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇത് ഞാൻ ഈ ചികിത്സാ രീതി നോക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം നമ്മൾ ഈ ചിലപ്പോഴും ഈ തലയിൽ കൈവയ്ക്കുമ്പോൾ ചില കേസിൽ സമയത്ത് പലപ്പോഴും നല്ല എഫക്റ്റ് ഉണ്ടാകും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അറിയാൻ പറ്റും, അവരുടെ എനർജി ലെവൽ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ഇപ്പൊ നമ്മൾ അതൊരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വേറൊരാളുടെ തലയിൽ കൈവച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ എനർജി ലെവൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. എനർജി ലെവൽ അറിയാൻ നമുക്കത് അങ്ങോട്ട് കൺവേ ചെയ്യാനും പറ്റും. കൺവേ ചെയ്യാൻ പറ്റുന്നതിലൂടെ അവരുടെ എനർജി അവർക്ക് കൊടുക്കാനും പറ്റും. അത് സാധാരണ നമ്മുടെ ഈ യോഗ ചികിത്സയിലും മറ്റേ പല ചികിത്സകളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ അത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത് ഒരു ഭയങ്കര ഒരു പവറാണ്. ഈ വേർഡ് പവർ എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ സൈക്കോളജിയിൽ തന്നെ പറയാറുണ്ട്. ഒരു വ്യക്തി, ഒരു പെൺകുട്ടി ഒരിക്കൽ വളരെ തളർന്ന അവശയായിട്ടിരിക്കുന്നു, അവൾക്കൊന്നിനും പറ്റുന്നില്ല. പറ്റാതിരുന്ന അവളിങ്ങനെ ജോലി ചെയ്ത് തളർന്നു വന്നിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ഇപ്പൊ എങ്ങനെയെങ്കിലും ഒന്ന് കിടക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ബോയ് ഫ്രണ്ട് വിളിക്കുകയാണ് ഇവളെ, നമുക്കൊരു സിനിമയ്ക്ക് പോകാമെന്ന്. ഉടനെ ഒറ്റയടിക്കാൻ ആ ഒരു സെക്കൻഡ് കൊണ്ട് ആ പെണ്ണിന്റെ മനോഭാവം എല്ലാം മാറി, ചാടി എഴുന്നേറ്റ് റെഡിയായി ഒരുങ്ങി എനർജി ലെവൽ. അപ്പൊ ഈ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന എനർജി വളരെ ഇതാണ്. നമ്മളൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടാറുണ്ട്, നമ്മളെപ്പോഴും രോഗികളായിരിക്കും അല്ലേ, നമ്മളെപ്പോഴും രോഗം വരും, എല്ലാ ഇൻഫെക്ഷനും നമുക്ക് കയറും, രോഗം വരും, പെട്ടെന്നായിരിക്കും, അവശനായിരിക്കും. കുറച്ച് നാൾ കഴിഞ്ഞിട്ടപ്പോൾ നമ്മൾ അതിനെ അതിജീവിക്കാനായിട്ട് കഴിയും. പിന്നെ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, എനർജി ട്രാൻസ്ഫോർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന. അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു വിവേകാനന്ദ സ്വാമി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ കാരിസ്മ എന്നല്ലേ വാക്കാണ് ഉപയോഗിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അവരിങ്ങനെ സംസാരിക്കുമ്പോൾ ബാക്കിയുള്ളവർക്കെല്ലാം മാറ്റം വന്നുകൊണ്ടിരിക്കും. ചിലവർ പറഞ്ഞു വരുമ്പോൾ ഒന്നും സംഭവിക്കില്ല. അതാണ് ഈ പവർഫുൾ ആയിട്ട് ഒരു വേർഡ് പറഞ്ഞു തരുമ്പോൾ ആ വേർഡിന്റെ ശക്തി വളരെ വലുതാണ്. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ അവിടെ പോയപ്പോൾ ചിക്കാഗോ പ്രസംഗമൊക്കെ നടത്തിയപ്പോൾ ഒരൊറ്റ സെന്റൻസിൽ തന്നെ എല്ലാവരുടെയും മനോഭാവം മാറിപ്പോയി. കാരണം ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് വിളിച്ചപ്പോൾ തന്നെ അവർ അതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു ആ വേർഡിന്റെ ശക്തി കൊണ്ട് അവരെല്ലാവരും ആകൃഷ്ടരായി. പിന്നെ 5.5 മണിക്കൂർ എങ്ങാണ്ട പുള്ളി ടോക്ക് ചെയ്തത്. അപ്പോൾ ഈ നിമിഷങ്ങളിൽ വിവേകാനന്ദ സ്വാമികളെ നമുക്ക് ഓർക്കാം. പിന്നെ ആ ചൈതന്യം നമുക്ക് എപ്പോഴും ഫോട്ടോ പോലും കാണുമ്പോൾ തന്നെ നമുക്ക് എൻ്റെ മനസ്സിൽ ഭയങ്കര സ്നേഹം തോന്നും. കാരണം കൊച്ചിലേ ഈ ഫോട്ടോ കാണുമ്പോൾ അതുപോലെ ആവണം എന്നുള്ളൊരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഒക്കെയാണ് അവരുടെ ആ കാരിസ്മ എന്ന് പറയുന്നത്. ഈ നിമിഷങ്ങളിൽ അദ്ദേഹത്തെ ഓർക്കുന്നു, അദ്ദേഹം ചൊരിഞ്ഞ ആ ഐശ്വര്യത്തെ നമ്മൾ സ്നേഹത്തോടു കൂടി സ്വീകരിക്കുന്നു. താങ്ക് യു. സാറേ അൺമ്യൂട്ട് ചെയ്യാമോ സാർ? കേൾക്കാം. ഗുഡ് ഈവനിങ് ടു എവരിബഡി. ഇപ്പം ഇന്നത്തെ ഈ പരിപാടി സംഘടിപ്പിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. മനോജ് ഡോക്ടർ എന്നോട് പല പ്രാവശ്യം ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു.
ഞാനപ്പോൾ സുഖമില്ലാതെ ഇരിക്കുകയാണ്, ചുമയായിട്ടിരിക്കുന്നത് കൊണ്ട് കൂടുതൽ പറയാൻ പറ്റുന്നില്ല. കൂടാതെ നമ്മുടെ രാമേന്ദ്രൻ നായർ സാറിൻ്റെ മകൻ രാമേന്ദ്രൻ സാറ് എന്നെ ഒരു ഗുരു തുല്യനായിരുന്നു. ഞാൻ ഇവിടെ പഠിക്കുന്ന കാലത്ത് തന്നെ എൻ്റെ ചിറ്റപ്പനുമായിട്ട് എന്നും പോയി സെക്രട്ടേറിയറ്റിൽ കാണാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും ഒരു പിതാവ് പുത്രനോട് ചെയ്യുന്നവർ പോലെ ഉള്ള വാത്സല്യമൊക്കെ ഞാൻ അനുഭവിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ മകനെ കാണാൻ സാധിച്ചത് സന്തോഷമുണ്ട്. അദ്ദേഹത്തിനായിട്ട് എനിക്ക് പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല, പക്ഷേ ഞാൻ നേരിട്ട് ഒന്ന് കാണുന്നുണ്ട്. പിന്നെ ഇന്നത്തെ വിഷയം വളരെ പ്രസക്തമായ രീതിയിൽ വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ ഉദ്ഘാടകനും അതുപോലെ തന്നെ അജയ്കുമാർ ഡോക്ടറും പറഞ്ഞു കഴിഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നമ്മൾ ഈ യുവജന വിഭാഗം എന്ന് പറയുന്നത് ഒരു ക്രോസ് റോഡിൽ നിൽക്കുകയാണ് ഇപ്പോഴേ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ, പ്രത്യേകിച്ച് കേരളത്തെ മുന്നോട്ട് നയിക്കാൻ ശരിക്കും പറഞ്ഞാൽ അവരാണ് വേണ്ടി വരുന്നത്. ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ പ്രായത്തിൻ്റെ 35 വയസ്സും 40 ഇടയ്ക്കുള്ള പ്രായം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ആണെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ആർക്കും ഒരു സംശയമില്ല. അവരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിന് പ്രത്യേകിച്ച് അവരുടെ ഈ വിവേകാനന്ദ സ്വാമിയുടെ മൊറാലിറ്റി, എത്തിക്സ് എന്നുള്ള പല ഗുണങ്ങളും ഇവർ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. ഉൾക്കൊണ്ടിട്ട് ഇപ്പോൾ സമരവും കാര്യങ്ങളുമായിട്ട് പോകുന്നതിന് പകരം ആ കാര്യം ഉൾക്കൊള്ളുകയും, അതുപോലെ നമ്മുടെ ടെക്നോളജി ഫാസ്റ്റ്ലി ഡെവലപ്പിംഗാണ്. അപ്പം അത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് വളരെ കൺസ്ട്രക്റ്റീവായിട്ട് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. ഒരുപക്ഷെ നമ്മുടെ യുവജനങ്ങൾ കൂടുതലും വെളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ. നമ്മുടെ ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറയുന്നാൽ പോലും നമുക്കിവിടെ അതിൻ്റെ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാക്കാൻ സാധിക്കണം. നമ്മുടെ യുവജനങ്ങൾക്ക് സാധിക്കും. അദ്ദേഹം വിവേകാനന്ദ സ്വാമി കാണിച്ചു തന്ന പാത ചെറുതൊന്നുമല്ല. നമ്മളിപ്പോൾ സംസാരിച്ചപ്പോൾ കണ്ടില്ലേ, എത്ര മണിക്കൂറുകൾ വരെ നമുക്ക് അദ്ദേഹം 8 മണിക്കൂർ സംസാരിച്ചെങ്കിൽ പോലും നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ കാര്യങ്ങളൊന്ന് പഠിക്കാൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെ എന്താണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് എന്നുള്ളത് ഒരു പ്രത്യേക ചോദ്യചിഹ്നമാണ്. വളരെ ഇത്രയും പ്രായത്തിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ കുലങ്കഷമായി പഠിക്കുകയും അത് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തു. അത് ഇന്ത്യയിൽ മാത്രമല്ല, വെളിയിലും പ്രസൻറ്റ് ചെയ്യുകയും അത് ലോകത്തെല്ലാം ഇന്നും നിലനിൽക്കുന്നു. അതിൻ്റെ പ്രചോദനം, അതിൻ്റെ പ്രകാശം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കത്തക്ക രീതിയിലാണ്. ഇത് പ്രത്യേകമായിട്ട് കണ്ട് ഇന്നത്തെ പരിപാടി 124ാം ജന്മദിനം ആഘോഷിക്കുന്ന സമയത്ത് ഇതിന് മുൻകൈയെടുത്ത പ്രത്യേകിച്ച് മനോജ് ഡോക്ടറെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നമ്മുടെ യുവജനങ്ങൾ ഈ പാതയിൽ മുമ്പോട്ട് പോവുകയും നമ്മുടെ രാജ്യത്തെ നയിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നന്ദി സാർ. അജയകുമാർ സാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് രാമായണത്തിൽ 2 വരിയാണ് ഓർമ്മ വരുന്നത്. സാധകാര്യം അനാപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദൻ ഉത്തമൻ എന്നാണ്. അദ്ദേഹം വളരെ ഉത്തമനായ പുത്രനാണെന്ന് എനിക്ക് കോളേജ് പോയപ്പോൾ അച്ഛനുമായിട്ട് ഇങ്ങനെ വരുന്ന സാറുമായിട്ട് രംഗം കണ്ടപ്പോൾ എനിക്ക് തോന്നി. പിന്നെ ഹരി സാറ് പറഞ്ഞ പോലെ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറയുമ്പോൾ 2 കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. ഒന്ന്, അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിന്റെ സുഹൃത്ത് ശരത്ചന്ദ്രൻ വിവേകാനന്ദ സ്വാമിയുടെ മുറി ചെന്നപ്പോഴത്തേക്ക് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക അന്ന് 24 വോളിയാണ്, ഇപ്പൊ 50 വോളിയം കൊണ്ടാണ് തോന്നുന്നു. ഇതിന്റെ ഇങ്ങനെ ഫ്ലാപ്പ് പേപ്പർ ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ചോദിച്ചു, എന്താ ഇത്ര ഫ്ലാപ്പ്? ഞാൻ ഇത്രയും വായിച്ച് കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ശരത്ചന്ദ്രൻ അത്ഭുതമായി, ചേട്ടാ ഇത്രയും വായിച്ചു? ആ, ഞാൻ തിരിച്ച് ചോദിക്കാം, അങ്ങ് വായിച്ച് ഓർമ്മയുണ്ടോന്ന്. അപ്പൊ ഇദ്ദേഹം ഓരോ പേജെടുത്ത് മറച്ചു കഴിയും, പുള്ളി പുഷ്പം പോലെ പറയാണ് വായിച്ചു കഴിഞ്ഞാൽ. അത്ഭുതപ്പെട്ടു എന്നാണ് പറയുന്നത്. അത്ര വേറെ ഗ്രാസ്പ് ചെയ്യാൻ ഫോട്ടോസ്റ്റാറ്റുകൾ കോപ്പി ചെയ്യുമായിരുന്നു. പിന്നെ വേറെ കാര്യം പറയുന്നത്, മാക്സ് മുള്ളറുടെ വർക്കിനെ കുറിച്ച് കമന്റ് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മാക്സ് മുള്ളർ ജർമ്മനിയിൽ, അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അവൈലബിൾ അല്ലായിരുന്നു. സ്വാമി വിവേകാനന്ദന് അക്കാഡമിക്കായിട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ ലൗകികമായിട്ട് നോക്കുമ്പം ജർമ്മൻ ഭാഷ അറിഞ്ഞും കൂടായിരുന്നു. അപ്പൊ ഈ ജർമ്മൻ ഭാഷ അറിഞ്ഞുകൂടാത്ത എങ്ങനെയാണ് ഈ ജർമ്മൻ ഭാഷയെ കുറിച്ച് സംസാരിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളുടെ പട്ടാകാരമായിരുന്നു സ്വാമി വിവേകാനന്ദൻ. നമുക്ക് എന്നും അദ്ദേഹത്തെ കുറിച്ച് അഭിമാനിക്കുക തന്നെ ചെയ്യാം. സലിംകുമാർ ഡോക്ടർ, അദ്ദേഹത്തിന് അറബി അറിയാൻ പറ്റുന്ന എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ ഈ അടുത്ത കാലത്തുനിന്ന് വായിച്ചു, മുഹമ്മദ് നബിയെ കുറിച്ച് ഇത്രയും വ്യക്തമായ ഒരു ചിത്രം ഞാൻ വേറൊരിടത്തും വായിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ മുഹമ്മദ് നബിയെ കാണുന്നത് പോലെ എനിക്ക് മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നി
അപ്പം അദ്ദേഹം അറബി അറിയുന്നില്ല എന്നുള്ളതാണെങ്കിൽ പോലും അത് എങ്ങനെ പഠിച്ചു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും ഒരു വിസ്മയമാണ് ശരിക്കും പറഞ്ഞാൽ. അദ്ദേഹത്തിൻ്റെ അറിവും അതിൻ്റെ പ്രകാശവും ഒക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെയൊക്കെ അങ്ങേയറ്റമാണ്. അതിന് സംശയമേ ഇല്ല. നമുക്ക് താങ്ക് യു. പുറമോട്ട് വേറെ കാര്യം മനസ്സിലാവും സാറേ, ഇതെല്ലാം വന്ന ഒരു സോഴ്സിൽ നിന്നല്ല, അപ്പൊ അതിലേക്ക് തിരിച്ചു പോകാൻ കഴിയുന്ന ഒരാൾക്ക് അതിനെ സ്വാംശീകരിക്കാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നത്. എല്ലാ Yes. ഭാഷയും ഉണ്ടായ തീർച്ചയായും ഒരു സോഴ്സിൽ നിന്ന് തന്നെയാണല്ലോ. അപ്പൊ തിരിച്ച് സോഴ്സിലേക്ക് പോകാനുള്ള ഒരു അപാരമായ കഴിവ് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് സംഭവിച്ചെന്ന് പറയാൻ കഴിയും തീർച്ചയായിട്ടും. എക്സാക്ട്ലി. സലികുമാർ ഡോക്ടറെ, എല്ലാത്തിനും വളരെ വ്യത്യസ്തമായി കാണാൻ കഴിയുന്ന ഒരു അപൂർവ വ്യക്തിത്വം ഡോക്ടർ സലികുമാർ. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? ആ ഇതില് എന്താ പറയാ ഈ നല്ല വിത്തുകൾ അധികം നാൾ ഇപ്പൊ ഒരു ചൊല്ലാൻ മറന്നുപോയി. അതായത് ഇപ്പൊ യേശുക്രിസ്തുവായ ശ്രീനാരായണ ഇദ്ദേഹമാണെങ്കിൽ ശ്രീ ശങ്കരാചാര്യൻ ഇവരൊക്കെ അധികം കാലം അവരുടെ ആയുസ് തികഞ്ഞു ഇരുന്നെങ്കിൽ ലോകം ചിലപ്പോൾ മാറ്റി മറിയപ്പെടുമായിരുന്നിരിക്കുക. അതുകൊണ്ട് ഏതോ ആസുരിക ശക്തികൾ ഇവരെ എടുത്തുകൊണ്ട് പോയതാണോ എന്ന് ചിന്തിക്കാറുണ്ട്. കാരണം വെച്ചാൽ നല്ല പ്രായത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്. യേശുക്രിസ്തു നേരത്തെ പോയി, ശ്രീ ശങ്കരാചാര്യ നേരത്തെ പോയി, അങ്ങനെ അതുണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ നേരത്തെ പരീത് സാറും മറ്റേ ഇവരൊക്കെ പറഞ്ഞ പോലെ ഒരു എനിക്കൊരു മഹർഷിയായ, ഇപ്പോഴും പൂർണ്ണമായ തോതിൽ ഒരു മഹർഷിയായ ഒരു വ്യക്തിയെ പരിചയമുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളുണ്ട്. നമുക്കിപ്പോൾ ആ ഒരു തലത്തിലെത്തിയ ആൾക്ക് ഒരു പുസ്തകം കയ്യിൽ വെച്ചിട്ട് അത് ഭാഷ എന്തോ ആയിക്കോട്ടെ, അദ്ദേഹത്തിന് അത് അബ്സർവ് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അത് ഈവൻ നമ്മൾ പ്രകൃതിയിൽ ദൈവിക ചൈതന്യങ്ങൾ അന്തരീക്ഷത്തിൽ അതിൻ്റെ ഊർജ രൂപത്തിലുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ വേദങ്ങൾ, ഋഗ്വേദമൊക്കെ അന്തരീക്ഷത്തിലുണ്ടെന്നാണ് പറയുന്നത്. അതിനോട് സംസാരിക്കാനോ അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഇത് ഋഷീശ്വരന്മാർക്ക് സാധിക്കും. അതായത് ഒരു വ്യക്തിയോട് ചോദിക്കുന്ന പോലെ വേദത്തോട് ചോദിച്ചറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ കരഗതമാക്കി കഴിഞ്ഞാൽ ഉണ്ടായിരിക്കാം ഈ വിവേകാനന്ദ സ്വാമിയൊക്കെ ഈ അറബിയൻ ഇതൊന്നും അറിയാതെ തന്നെയാണെങ്കിലും ജർമ്മൻ വായിക്കാതെ തന്നെയാണെങ്കിലും മനസ്സിലാക്കാതെ ആണെങ്കിലും അത് മനസ്സിലാക്കിയത്. പിന്നെ മാക്സ് മുള്ളറെ കുറിച്ച് കേട്ടിട്ടുണ്ട്. മാക്സ് മുള്ളർ സംസ്കൃതത്തെ വളരെ ഇതിലേക്ക് കൊണ്ടുവന്നെങ്കിലും മാക്സ് മുള്ളർ എഴുതി വെച്ചാൽ ഒരുപാട് അബദ്ധങ്ങൾ നമുക്ക് പറ്റിയിട്ടുണ്ട്. മാക്സ് മുള്ളർ ഒരു പരിധി ആരും ഫോളോ ചെയ്യാൻ പാടില്ല. പക്ഷെ വിവേകാനന്ദനെ അങ്ങേയറ്റം നമുക്ക് ഫോളോ ചെയ്യാം. അത്രയും അന്ന് അദ്ദേഹത്തിൻ്റെ അമേരിക്കയിലെ എൻ്റെ സഹോദരന്മാരെ എന്നുള്ള വാക്ക് പോലും ലോക ചരിത്രത്തിൽ എഴുതപ്പെട്ടു. സഹോദരന്മാരെന്ന് അതിനു മുമ്പ് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്നത്തെ അദ്ദേഹം, ഞാൻ പലപ്പോഴും ചിന്തിക്കാൻ, ഇന്ന് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളുടെ ഇതിലും മൊബൈൽ അഡിക്ഷനൊക്കെയുള്ള ഇന്നത്തെ തലമുറയോട് അദ്ദേഹം എങ്ങനെയായിരുന്നിരിക്കാൻ പറയുന്നത്. ഈ ഉത്തിഷ്ഠത ജാഗ്രത കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ അദ്ദേഹം അത് പറയുമായിരുന്നില്ലേ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. ഓക്കെ, ഇന്ന് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ ഒരു മാത്രം വെറുതെ നനച്ചുപോയി. ഓക്കെ, ഇബ്രാഹിം ഡോക്ടർ ഇബ്രാഹിം. ഞാൻ ആദ്യം ഒന്നും കേട്ടില്ലായിരുന്നു. ഞാനിത് ലേറ്റ് ആയിട്ടാണ് വന്നത്, അതുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലെ ഏറ്റവും ഒരുപാട് പറയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് വാക്കുകൾ കൊണ്ട് ഒതുക്കുന്നില്ല. കാര്യം ഹ്യൂമൻ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചികിത്സിക്കുമ്പോൾ ചികിത്സകന് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാകുന്നു, രോഗിയുടെ രോഗങ്ങൾ പകരുന്ന കാര്യമൊക്കെ ഹ്യൂമൻ ഡോക്ടർ ഉണ്ടെങ്കിലോ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതാണ്. പിന്നെ അതിനെ എങ്ങനെ അതിജീവിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് നല്ല ഗൈഡൻസ് കിട്ടിയത് ചെയ്തിന്റെ എതിരെടുത്തത് വളരെ നല്ല ഗൈഡൻസ് കിട്ടാൻ ഇടയായി. കാര്യം ഹോമിയോപ്പതി എങ്ങനെ കാണണമെന്ന് ഗുരുവാണ് പറഞ്ഞത്. കാര്യം നിലവിലുള്ള പതോളജി സത്യമല്ലെന്നും ആ പതോളജിക്കപ്പുറമായിട്ട് പോകണമെന്നും അതിൽ ഹോമിയോപ്പതി മാത്രമേ അതിന് കഴിവുള്ള വൈദ്യശാസ്ത്രം ഉള്ളൂ എന്നും അദ്ദേഹം നേരിട്ട് പറഞ്ഞിരിക്കട്ടെ. അപ്പം എനിക്ക് എത്തുപിടി കിട്ടത്തില്ല. എനിക്ക് അന്ന കാലത്ത് എനിക്ക് മെഡിക്കോ ഓർഗനോ ഒന്നും അറിഞ്ഞൂടാ. അങ്ങനെ ഇപ്പൊ ഗുരു പറഞ്ഞു അതിന് വഴി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അനുഗ്രഹത്തിന്റെ വഴി ഉണ്ടാക്കുന്നുള്ളതാണ്. പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് 8-10 വർഷങ്ങൾക്ക് ശേഷമാണ് രവീന്ദ്ര സാറിനടുത്ത് പോകാൻ ഇടയായതും അങ്ങനെ വിദോൾക്കസ്റ്റൻ ഹോമിയോപ്പതി പഠിക്കാനിടയായതും ഒക്കെ
വളരെ വലിയ അനുഗ്രഹമായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഹോമിയോപ്പതി ഈ നമ്മുടെ ഈ നൂറ്റാണ്ടിലെ അടുത്ത നൂറ്റാണ്ടിലെ വൈദ്യശാസ്ത്രമാണ്. ഇപ്പം എവിടെ നശിപ്പിക്കാൻ ശ്രമിച്ചാലും ഇത് ഏത് മെഡിക്കൽ ഇത് വന്നാലും നമ്മുടെ മെഡിക്കൽ ബില്ല് വന്നാലും ഹോമിയോപ്പതി നശിച്ചു പോകത്തില്ല. തീർച്ചയായിട്ടും ശക്തമായിട്ട് വളരാനുള്ള നാളത്തെ വൈദ്യശാസ്ത്രമാണ് ഇതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, നന്ദി ഡോക്ടറെ. ഇപ്പൊ പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്, സ്വാമി വിവേകാനന്ദൻ അമേരിക്ക എത്തപ്പോൾ അദ്ദേഹത്തെ കാണാൻ അവിടെ ഒരു അമേരിക്കക്കാരൻ ചെന്നിരുന്നു. അപ്പൊ ഈ അമേരിക്കക്കാരൻ സ്വപ്നം കണ്ടു അദ്ദേഹം ഏതോ ഒരു വലിയ കുഴിയിൽ ഇങ്ങനെ വീഴുന്നു പോകുന്നതായിട്ടും അവിടെ കിടന്ന് കൈകാലിലടിച്ചപ്പോൾ ഏതൊരു കാഷായ വേഷം ധരിച്ച സന്യാസി അടുത്ത് വന്ന് രക്ഷപ്പെടുന്ന സ്വപ്നം കണ്ടു. അപ്പൊ സ്വാമി വിവേകാനന്ദൻ അമേരിക്ക വന്നപ്പോൾ ഇദ്ദേഹം വിചാരിച്ചു ആ സ്വാമി ഇദ്ദേഹമാണെന്ന് പറഞ്ഞ് കാണാൻ ചെന്നു. അപ്പൊ വിവേകാനന്ദൻ പറഞ്ഞു അത് ഞാനല്ല, ഇനി ഒരാൾ വരും. അപ്പൊ ചോദിച്ചു ഞാൻ എങ്ങനെ അദ്ദേഹത്തെ തിരിച്ചറിയും? അത് ആ വരുന്ന സ്വാമി നിനക്കൊരു വെള്ളിപ്പാത്രം തരുമെന്ന് പറഞ്ഞു. അപ്പൊ വർഷങ്ങൾക്ക് ശേഷം യോഗാനന്ദ പരമഹംസൻ അവിടെ ചെല്ലുകയും ഈ വെള്ളിപ്പാത്രം കൊടുക്കുകയും ഗുരുവിനെ തിരിച്ചറിഞ്ഞ ഒരു വിവരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ സൂക്ഷ്മമായ അറിവ് ഈ പ്രപഞ്ചത്തിലുണ്ട്. നമ്മളെ ഈ പറഞ്ഞ കേൾക്കാൻ അല്പങ്ങൾ കേൾക്കാൻ ഇടവന്നു എന്നുള്ളതിന് വലിയ ഭാഗ്യം. ഹരിഹരൻ സാർ എന്ത് പറയുന്നു? അൺമ്യൂട്ട് ചെയ്യണേ സാർ, അൺമ്യൂട്ട് ചെയ്യണേ. ഓക്കെ, ആ ഞാന് സ്വാമിജിയെ കുറിച്ച് എന്ത് പറയാനാണ്? വാസ്തവത്തില് എനിക്കതിന് ലേശം പോലും അർഹത പോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്താന്ന് വെച്ചാൽ സ്വാമിജി എവിടെ നിൽക്കുന്നു, നമ്മൾ എവിടെ നിൽക്കുന്നു? സച്ച് എ ഗ്രേറ്റ് കൊളോസൽ പേഴ്സണാലിറ്റി. സ്വാമിജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ വാസ്തവത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് മഹാത്മജിയെ പോലും അതിന് പ്രചോദിപ്പിച്ചത് സ്വാമി വിവേകാനന്ദൻ ഫിലോസഫിയാണ്. അത് കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് വിവേകാനന്ദ ഏതാണ്ട് 8 വോളിയം ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. 8 വോളിയം. ഞാനത് മലയാളത്തിലുള്ളത് എനിക്ക് തോന്നുന്നു ഒരു 3 പ്രാവശ്യമെങ്കിലും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിട്ടുണ്ട്. 10 വോളിയല്ലേ സാർ? 10 അല്ലേ? ഇല്ല, 8 വോളിയമല്ലേ ഉള്ളൂ എന്നാ എൻ്റെ ഒരു ഓർമ്മ. അതെ, ഞാനൊരു 15-20 വർഷം മുമ്പ് വായിച്ചതാണ്. 20-30 വർഷം മുമ്പ് വായിച്ചതാണ്. അതങ്ങനെ കംപ്ലീറ്റ് വർക്ക്സ് ഓഫ് അദ്ദേഹത്തിന്റെ ചില ചാപ്റ്റേഴ്സ് ഉണ്ട് അതിനകത്ത്. അതാണ് ഞാനിപ്പോ പറയാൻ വന്നത്. എന്താ വെച്ച് കഴിഞ്ഞാല് ഈ പതഞ്ജലി യോഗസൂത്രത്തെ കുറിച്ച് ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ശിഷ്യൻ അടുത്തിരിപ്പുണ്ട്. അപ്പൊ ശിഷ്യന്റെ ഒക്കെ പറയും വായിക്കാൻ പറയും, പതഞ്ജലി യോഗസൂത്രം വായിക്കാൻ പറഞ്ഞിട്ട് സ്വാമിജി സ്വല്പം നേരം കണ്ണടച്ചിരുന്നിട്ട് പറയും അത് ശരി, അങ്ങനെ തന്നെ എഴുതിക്കോളാൻ പറയും. പക്ഷെ ചില സന്ദർഭങ്ങളിൽ സ്വാമിജി കണ്ണടച്ചെടുത്തിട്ട് പറയും എനിക്ക് അനുഭവമില്ല, അത് എഴുതണ്ട എന്ന് പറയും. അപ്പോൾ ആ പതഞ്ജലിയുടെ യോഗസൂത്രം അത് ശരിക്കും അദ്ദേഹം പ്രാക്ടീസ് ചെയ്ത് അത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ സ്വാമിജി അത് അതിനകത്ത് എഴുതാൻ പറയുന്നുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ സ്വാമി ഈ പുസ്തകം വായിച്ച് നോക്കുന്ന കാര്യം ഡോക്ടർ പറഞ്ഞില്ലേ, അത് ഞാനും അത് വായിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹം പറയാറുണ്ട് ഈ മൈൻഡ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഇതില് ഫോക്കസ് ചെയ്യുവാണെങ്കിൽ, ഒരു ടോർച്ച് പോലെ അത് ഫോക്കസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിലെ എഴുതിയിരിക്കുന്നത് വ്യക്തമായിട്ട് തെളിഞ്ഞു വരും. പക്ഷെ ഡിസ്ട്രാക്ഷൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അത് മനസ്സിൽ തെളിഞ്ഞു വരും എന്ന് സ്വാമിജി ഒരിക്കൽ പറയുന്നുണ്ട്. ഇത് കൂടാതെ അദ്ദേഹത്തിന്റെ മരണത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ മഹാസമാധിയെക്കുറിച്ച് നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1902 ജൂലൈ 4 അദ്ദേഹത്തിന്റെ മഹാസമാധി. അപ്പൊ മഹാസമാധിക്ക് തലേ ദിവസം സ്വാമിജി പറഞ്ഞു, ശിഷ്യന്റെ ഒക്കെ പറഞ്ഞു, അദ്ദേഹത്തിന് അസിസ്റ്റന്റ് ഉണ്ട് ഇപ്പോഴും, ശിഷ്യന്റെ ഒക്കെ പറഞ്ഞു നീ ഒരു കലണ്ടർ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഒരു കലണ്ടർ ശിഷ്യൻ കൊണ്ടു കൊടുക്കും. അതിനകത്ത് ജൂലൈ 4 പ്രത്യേകം അദ്ദേഹം വട്ടം വരയ്ക്കും. എന്തിനാന്ന് ശിഷ്യൻ ചോദിക്കാനുള്ള ഒരു ധൈര്യമൊന്നും ശിഷ്യനൊന്നുമില്ല. അത് ഒരു കാര്യം പറയില്ല. എന്നിട്ട് പറയും ഞാൻ ഈ ദിവസം ഞാൻ ഉറങ്ങുകയാണെങ്കിൽ എന്നെ ഉണർത്തരുതെന്ന് പറയും എന്ന് മാത്രമേ പറയൂ. അങ്ങനെ മുൻകൂട്ടി തൻ്റെ മഹാസമാധി മനസ്സിലാക്കി ഇവിടെ നിന്ന് പോയ സന്യാസി വര്യനാണ് വിവേകാനന്ദ സ്വാമി. അദ്ദേഹം സ്വാമിജിയെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമ്മളതിനകത്ത് പറയുന്നുണ്ട്. ഒരിക്കൽ ഒരു അമേരിക്കയിൽ വെച്ചൊരു ശിഷ്യ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് സ്വാമിജിയുടെ. അതൊക്കെ എൻ്റെ ഓർമ്മയെന്ന് പറയുന്നതാണ്.
അപ്പൊ ശിഷ്യ ചോദിക്കുന്നുണ്ട്, എപ്പോഴെങ്കിലും സ്വാമിജി ഒരു അരോഗ ദൃഢകാർത്തനാണ്, ചെറുപ്പമാണ്, ധാരാളം സുന്ദരികള് അങ്ങയെ കാണാൻ വരും. അങ്ങനെ വന്നാൽ എന്തെങ്കിലും അങ്ങനെ ഒരു വിചാരം തോന്നുകയാണെങ്കിൽ അങ്ങ് എന്ത് ചെയ്യും എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ സ്വാമിജി പറഞ്ഞ ചോദ്യം എന്താന്ന് വെച്ചാൽ, ഞാൻ സ്റ്റൗ എടുത്ത് ചൂടാക്കി അതിന്റെ പുറത്ത് ഒരു മെറ്റൽ ഷീറ്റ് ഇട്ട് അതേ ഇരിക്കും. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? സ്വാമിജി പറഞ്ഞതാണിത്. അതുപോലെ തന്നെ സ്വാമിജി ഇവിടുന്ന് കപ്പലില് ഇംഗ്ലണ്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒത്തിരി പേര് അദ്ദേഹത്തെ കളിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെയാണല്ലോ. പക്ഷെ ഇടയ്ക്ക് വെച്ച് ഒരു സ്കോട്ട്ലൻഡുകാരനാണെന്നാണ് ഞാൻ വായിച്ചത് ഓർമ്മ. അപ്പൊ അങ്ങേര് സ്വാമിജിയുടെ ഈ അട്ടയർ കണ്ടിട്ട് അടുത്ത് നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് നീ എൻ്റെ കൂടെ വരുന്നോന്ന് ചോദിക്കും. അപ്പൊ ആ സ്കോട്ട്ലൻഡുകാരൻ ചോദിക്കും, ഞാൻ സ്വാമിജിയുടെ കൂടെ വന്നാൽ സ്വാമിജി എനിക്ക് എന്ത് തരും? അന്ന് സ്വാമിജി പറയുന്നൊരു വാചകമുണ്ട്, ഐ വിൽ ടീച്ച് യു ഹൗ ടു ഡൈ. നിന്നെ ഞാൻ മരിക്കാൻ പഠിപ്പിക്കാം, എങ്ങനെ മരിക്കാൻ പഠിപ്പിക്കാം എന്ന് ഞാൻ എന്ന് പഠിപ്പിക്കാമെന്ന് സ്വാമിജി പറയുന്നുണ്ട്. ഇങ്ങനെ സ്വാമിജിയുടെ അനുഭവങ്ങൾ നമ്മൾ ധാരാളമുണ്ട്. സ്വാമിജി അമേരിക്കയിൽ ചെന്ന് കഴിയുമ്പോൾ കൊടും തണുപ്പാണ്. കൊടും തണുപ്പെന്ന് വെച്ചാൽ കൊടും തണുപ്പ്, നിന്ന് വിറയ്ക്കുവാണ്. അന്ന് അദ്ദേഹം ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അവിടെയൊക്കെ ഈ ഗാർബേജ് ഒക്കെ ഇടാൻ വെച്ചിരിക്കുന്ന ഇതുണ്ട്, ഈ ഇരുമ്പിന്റെ നമ്മളിവിടെ കാണുന്ന ടാങ്ക് പോലൊരു സാധനം, അതിനകത്താണ് അദ്ദേഹം ഇരുന്നത്. കൊടും തണുപ്പ്. അങ്ങനെ ഒരിക്കൽ വേറൊരു സംഭവം ഉണ്ട് സ്വാമിജിയെ കുറിച്ച്. കാശി വെച്ച് സ്വാമിജി, കാശിയിൽ അന്ന് കാലത്ത് സമയമായെങ്കിൽ പറയണം, ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പറയണം, ഞാൻ നിർത്തിയേക്കാം. കാശിയില് സ്വാമിജി ചെല്ലുമ്പോ കാശിയിലെ ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കുരങ്ങുകളും. ഇന്നതില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് കുരങ്ങുകളില്ല, അന്ന് ആൾക്കുരങ്ങുകളാവും കാശിക്ക് വന്ന്. അതിന്റെ രീതി എന്താന്ന് വെച്ചാൽ, പാണ്ണക്കെട്ടുമായിട്ട് ആര് ചെന്നാലും ഈ കുരങ്ങ് വന്ന് പിടിച്ചു പറിച്ചുകൊണ്ടങ്ങ് പോകും. എന്നിട്ട് അവൻ അതിനകത്തുള്ളതെല്ലാം ഉണ്ടെങ്കിൽ അത് തിന്നും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതവിടെ വലിച്ചു കഴിഞ്ഞിട്ട്. സ്വാമിജി ഇതുപോലെ തന്നെ അവിടെ ചെന്നപ്പോൾ സ്വാമിജിയുടെ പിടിക്കാനായിട്ട് വന്നു. സ്വാമിജി ഓടി കഴിഞ്ഞപ്പോൾ ഇവന്മാര് വെറുതെ വിടുകയും ഇവന്മാരെല്ലാം കൂടെ വന്നു. അപ്പൊ അവിടെ ഇരുന്ന് ഒരു സന്യാസി വിളിച്ചു പറഞ്ഞു, ഫേസ് ഹിം എന്ന് പറഞ്ഞു. അപ്പൊ സ്വാമിജി പെട്ടെന്ന് നിന്നു. എന്നിട്ട് അവിടെ നിന്നൊരു വടിയെടുത്തിട്ട് ഇങ്ങനെ നിന്നു അറ്റാക്ക്. അപ്പം ഈ കുരങ്ങന്മാരും അവിടെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പം ഈ കുരങ്ങന്മാരെല്ലാം പോയി. അപ്പൊ സ്വാമിജിയുടെ വർക്ക്സിൽ പറയുന്നുണ്ട്, ഇത് തന്നെയാണ് സ്വാമിജി ഒരു ഫിലോസഫി എടുത്തിട്ട് പറയുന്നുണ്ട്, എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാകുകയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സം വരുവാണെങ്കിൽ, നിങ്ങൾ ഒരിക്കലും ഒളിച്ചോടരുത്. യു മസ്റ്റ് ഫേസ് ഇറ്റ്. അപ്പൊ എന്ത് പറ്റും? ഈ വന്ന സാധനം നമുക്ക് എതിരായിട്ട് വന്ന ഈ നെഗറ്റീവായിട്ട് ഏത് കാര്യമാണെങ്കിലും അത് താനേ തന്നെ മെൽറ്റ് ചെയ്ത് പോകും. നമ്മൾ ഫ്രീ ആവും. സ്വാമിജി അത് ഫിലോസഫി ആക്കിയിട്ട് നമ്മുടെ ഈ ശിഷ്യൻ സംവാദത്തില് സ്വാമിജി പറയുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ സ്വാമിജിയുടെ ലൈഫ് നമ്മൾ എടുക്കുവാണെങ്കിൽ ധാരാളം കാര്യങ്ങളുണ്ട്. കുട്ടിക്കാലത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവരുടെ ഒരു പ്രത്യേക വിനോദമായിരുന്നു. എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാല്, ഈ കൊച്ചു ചെറിയ ഈ മാംഗോ ഗ്രോവ്സ് ഉണ്ട്. ഈ മരത്തെ കളിച്ച് ഇങ്ങനെ നിർക്കും. അപ്പം ഇതിനിടയ്ക്ക് ഒരു പയ്യൻ മരത്തിൽ നിന്ന് താഴെ വീണ് തലയിടിച്ചു, ബോധമില്ലാതായി. മറ്റുള്ള കുട്ടികളെല്ലാം പേടിച്ചു പോയി. പക്ഷെ സ്വാമിജി ആ കൊച്ചനെ സ്വന്തം കൈകൊണ്ട് താങ്ങിയെടുത്ത് ഒരു വൈദ്യന്റെ ഒക്കെ കൊണ്ടുപോയി ചികിത്സിച്ച് അവനെ ഭേദമാക്കി. പിന്നെ സ്വാമിജിക്ക് ഒരു ഹോബി ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വീട്ടില് ഇവിടെ പറഞ്ഞ മുന്നിൽ പറഞ്ഞ ഒരാൾ പറഞ്ഞില്ലേ, ഒരു ഹൈപ്പർ ആക്റ്റീവ് ആണെന്ന് പറഞ്ഞില്ലേ. ആക്ച്വലി അത് ഹൈപ്പർ ആക്റ്റീവ് അല്ല, അത് ഒരു എക്സ്പ്ലോഷൻ ഓഫ് എനർജിയാണ് സ്വാമിജിയുടെ. ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ രോഗാതുരമാകും, അതല്ല, ഒരു എനർജി എക്സ്പ്ലോഷനാണ്
അതായത് സ്വാമിജിയുടെ ഉള്ളിലുള്ള ആ എനർജി അദ്ദേഹത്തിന് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ വിക്രികളൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഈ അമ്മ പറയുമായിരുന്നു. അപ്പം വിശ്വനാഥ ദത്ത ആണ് സ്വാമിജിയുടെ അച്ഛൻ്റെ പേര്. അദ്ദേഹം കൽക്കട്ട കോർട്ടിലെ ഒരു പ്രഗത്ഭനായ വക്കീലായിരുന്നു. ധാരാളം സമ്പത്ത് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു. പക്ഷെ ഈ സമ്പത്തൊന്നും അദ്ദേഹം കൂട്ടിവെക്കത്തില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുള്ളവർക്ക് അറിയാം. നിങ്ങൾ ആരും വീട്ടിൽ പോയിട്ട് എനിക്കറിയില്ല, ഞാൻ പോയിട്ടുണ്ട്. അവിടെ സ്വാമിജിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്, ബംഗ്ലാവിൽ. അന്ന് അവർ താമസിച്ചുകൊണ്ടിരുന്ന വീട്, വിശ്വനാഥ ദത്ത താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. അനേകം മുറികളാണ്, അനേകം മുറികൾ. പ്രസവിക്കാനൊരു മുറി, മ്യൂസിക്കിനൊരു മുറി, പിന്നെ ഈ പാട്ട് എല്ലാത്തിനും പ്രത്യേകം ഹാളുകളും മുറികളുമാണ്. അപ്പൊ ഇദ്ദേഹത്തിന് ധാരാളം വരുമാനമുണ്ട്. അതുകൊണ്ട് ലാവിഷായിട്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു. പക്ഷെ എന്ത് പറ്റി? പെട്ടെന്ന് തന്നെ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പം കുടുംബം മുഴുവൻ കടമായി. ഒരു നേരത്തെ വകയ്ക്ക് പോലും നിർവാഹമില്ലാത്ത അവസരം വന്നു. അപ്പോഴാണ് അങ്ങനെ ഇരിക്കുന്ന ഒരവസരത്തിലാണ് ആ അവസരത്തിൽ അമ്മ കരയുമായിരുന്നു. ഒരു ബ്രദർ, ഒരു സിസ്റ്റർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പട്ടിണി മൂലം ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ പണ്ട് വായിച്ചതാണ്, ഓർമ്മയുണ്ട് അദ്ദേഹം. അപ്പൊ ഇതെല്ലാം സഹിക്കാൻ വയ്യാതെ എന്നപ്പോ ഇദ്ദേഹം ഗ്രാജുവേഷൻ കഴിയുകയും ചെയ്തു. അപ്പൊ ഇദ്ദേഹം ആ സമയത്താണ് ഗ്രാജുവേഷൻ കഴിഞ്ഞു. ഈ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അവിടെ കൂടെ പോവാറുണ്ട്, ഒക്കെയുണ്ട്. അവിടെ ഭജൻസ് നടത്താറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ വീട്ടിൽ പട്ടിണിയാണ്. അമ്മ വളരെ സാമ്പത്തികമായിട്ട് ഒത്തിരി തകർന്നിരിക്കുന്ന കടുവായി. അപ്പൊ ശ്രീരാമകൃഷ്ണദേവന്റെ സ്വാമിജി ഒരിക്കൽ പല പ്രാവശ്യം ചെന്ന് പറയാൻ പോയി, എനിക്ക് ഒരു ജോലി വേണം, എനിക്ക് നിർവാഹമില്ല, എൻ്റെ വീട്ടിലെ അമ്മയൊക്കെ പട്ടിണിയാണ്, എൻ്റെ സിസ്റ്റേഴ്സും ഒക്കെ പട്ടിണിയാണ്, അതുകൊണ്ട് എനിക്ക് ഒരു ജോലി എന്തെങ്കിലും അങ്ങ് ആരുടെക്കെങ്കിലും പറഞ്ഞ് വാങ്ങിച്ചു തരണം എന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ പരമഹംസരുടെ അടുത്ത് ചെല്ലുമ്പോൾ അത് മറന്നു. പല പ്രാവശ്യം അങ്ങനെ ആയിക്കഴിഞ്ഞപ്പം ഒരിക്കലും പരമഹംസർക്ക് മനസ്സിലായി കാര്യം. അപ്പം നിനക്കെന്താ എൻ്റെ ഇപ്പൊ പറയാനുള്ളതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇങ്ങനെയാ കാര്യങ്ങൾ, നീ ഒരു കാര്യം ചെയ്, അപ്പുറത്ത് അമ്മയല്ലേ ഇരിക്കുന്നേ, അമ്മയുടെ ചെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം പോയി, പറഞ്ഞില്ല. രണ്ടാമത്തെ പ്രാവശ്യം പോയി, പറഞ്ഞില്ല. മൂന്നാമത്തെ പ്രാവശ്യം പോയി, പറഞ്ഞില്ല. അപ്പോഴൊക്കെ പരമഹംസർ ചോദിക്കും, ഭഗവാൻ ചോദിക്കും, നീ എന്താ പറയാത്തെ? അത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നില്ല. എന്നാൽ ഞാൻ നിനക്ക് ഉറപ്പ് തരാം, ഇനിയും നിന്റെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവും എന്ന് പറയും. അതിനുശേഷം പിന്നെ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ സ്വാമിജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ. അതായത് വേണാട്ട് രാജാവ് ഇദ്ദേഹം അമേരിക്കയിൽ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞ് ഭയങ്കരമായിട്ടുള്ള സ്വീകരണം വേണാട്ട് രാജാവ്. എന്നിട്ട് ജനങ്ങളെ, മദ്രാസ് പ്രസിഡൻസിയൊക്കെ ഭയങ്കരമായ സ്വീകരണം അദ്ദേഹത്തിന് കൊടുത്തത്. എന്നിട്ട് രാജാവ് തന്നെയാണ് അദ്ദേഹത്തിന്റെ വണ്ടി വലിച്ചത്. രാജാവ് തന്നെ അദ്ദേഹം എന്നിരുന്ന വണ്ടി വലിച്ചത് അദ്ദേഹം തന്നെയാണ്. പിന്നെ അടുത്തൊരു ഇൻസിഡന്റ് ഞാൻ പറയുവാണെങ്കിൽ, ഞാൻ അതും കൂടെ പറഞ്ഞ് നിർത്തിയേക്കാം. ഒത്തിരി ഇൻസിഡൻസ് ഉണ്ട്. അതായത് ഒരിക്കലും ഒരു രാജാവിന്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ രാജാവ് അകത്തോട്ട് ചെന്ന് കഴിഞ്ഞ് ഈ ഇദ്ദേഹത്തിന്റെ അറ്റയർ അതെല്ലാം കണ്ടിട്ട് ഇദ്ദേഹത്തെ ഒത്തിരി പുച്ഛിച്ചു. ഈ കാവൽക്കാരൻ ഒത്തിരി പുച്ഛിച്ചു. പിന്നെ അവിടെ ഈ ഒരു പടം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, രാജാവിന്റെ പടം. അപ്പൊ ചോദിച്ചു, ഇത് ആരുടെ പടമാണെന്ന് ചോദിച്ചു. അതെന്റെ രാജാവിന്റെ ആണെന്ന് പറഞ്ഞു. നീ അതിങ്ങെടുക്കാൻ പറഞ്ഞു. അതിങ്ങെടുത്തു. എന്നിട്ട് ഇദ്ദേഹം എന്തിനകത്ത് ചെയ്താൽ അത് താഴത്തിട്ട് ഒരു ചവിട്ടി വിട്ടിട്ട് അദ്ദേഹം എല്ലാവരും കൂടെ അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാനായിട്ട്. അപ്പം വിഗ്രഹാരാധനയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പം സ്വാമിജി പറയുന്നത് വിഗ്രഹാരാധന ഉള്ളതാണ്, അതുകൊണ്ട് ഒരിക്കലും അധിക്ഷേപിക്കും. അത് എന്റെ രാജാവിന്റെ
പടത്തെ ചവിട്ടിയപ്പോൾ നിനക്ക് എന്തുമാത്രം വേദനിച്ചു, നിങ്ങൾക്കെല്ലാം എന്തുമാത്രം വേദനിച്ചു. അതുപോലെയാണ് നിങ്ങളൊരു വിഗ്രഹത്തെ അധിക്ഷേപിക്കുമ്പോൾ ആ ദേവതയ്ക്കുണ്ടാകുന്ന വേദന അങ്ങനെയാണ് എന്ന് പറയും. ഓക്കെ സാർ. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ട്. ഇതെല്ലാം നമുക്കൊരു പാഠമാണ്. ഓക്കെ സാർ, നമുക്ക് സമയം ആവുന്നു സാറേ. സമയം കേട്ടോ, ഇല്ലെങ്കിൽ എനിക്കത് പറയാനാണെങ്കിൽ ഓക്കെ. ധാരാളം കാര്യം. അതെ, വ്യത്യസ്തനായ ഹരിഹരൻ സാറിന് സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല. നമുക്ക് പരിപാടി അവസാന സമയമായി. ശൈല ഡോക്ടറെ, നമുക്ക് നന്ദി പറയലേക്ക് കിടക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മലയാളം വെബിനാറിന്റെ 1960-ാം ദിവസമാണ്. നമ്മൾ ഇന്നത്തെ ദിവസം വിവേകാനന്ദ അനുസ്മരണവും ദേശീയ യുവജന ദിനവുമായി ആചരിച്ചു. ഈ അതൊരു വെറും ആചരണമല്ല, നല്ല ഒരു ആചരണമായാണ് ഇന്നത്തെ സൂം വെബിനാർ മാറിയത്. അതിന് കാരണഭൂതരായ നമ്മുടെ ഇന്നത്തെ ഈ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്യുവാനായി എത്തിയത് ശ്രീമതി സതി മാണിക്യം മാഡമാണ്, റിട്ടയർഡ് പ്രൊഫസർ, ഗവൺമെന്റ് വിമൻസ് കോളേജ്, തിരുവനന്തപുരം. മാഡം വളരെ ചുരുക്കം വരികളാണ് പറഞ്ഞതെങ്കിൽ പോലും വിവേകാനന്ദ സ്വാമിയുടെ നല്ലൊരു ചെറിയ രൂപം മാഡം നല്ല രീതിയിൽ അതിൽ വരച്ചു കാണിച്ചു. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. വളരെ സന്തോഷം. മാഡത്തിന് IFPHന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് അനുസ്മരണ പ്രഭാഷണം നടത്തുവാനായി എത്തിയത് തിരുവനന്തപുരം നേമം വിദ്യാധിരാജ കോളേജിന്റെ മാനേജർ, അതുപോലെ തന്നെ കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റലിലെ ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് കൂടിയായ ഡോക്ടർ അജയ്കുമാർ സാറാണ്. അദ്ദേഹം വളരെ നല്ല രീതിയിൽ വിവേകാനന്ദ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഒത്തിരി കാര്യങ്ങളാണ് ഡോക്ടർ നമ്മോടൊപ്പം പങ്കുവച്ചത്. IFPHന്റെ പേരിലുള്ള ഹൃദയംഗമമായ നന്ദി ഡോക്ടർക്ക് രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഹോമിയോപ്പതി ഡോക്ടർമാർക്കും ഇത്രയധികം വിവേകാനന്ദ സ്വാമിയെ കുറിച്ച് അറിവുണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു. അതിന് പ്രധാനമായിട്ടും ഹരിഹരൻ സാറ്, ഡോക്ടർ ഹ്യൂബർട്ട്, ഫരീദ് ബാവ ഖാൻ സാറ്, ഡോക്ടർ സലീം കുമാർ, എബ്രഹാം വൈദ്യൻ ഡോക്ടർ, ഇവരെല്ലാം ഒത്തിരി കാര്യങ്ങൾ, വളരെ നല്ല കാര്യങ്ങൾ വിവേകാനന്ദ സ്വാമിയെ കുറിച്ച് പറഞ്ഞു. ഹരിഹരൻ സാറിന് പറഞ്ഞിട്ട് തീരുന്ന പോലുമില്ല, അത്ര കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇനിയും പറയുവാനുണ്ട്. അതുപോലെ തന്നെ ഇവർക്കെല്ലാം IFPHന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഡോക്ടർ മനോജ് ഡോക്ടർ ഈ പ്രോഗ്രാമൊക്കെ മോഡറേറ്റ് ചെയ്യാൻ വളരെ പര്യാപ്തനായ ആളാണെന്ന് ഇന്നത്തെ ഭാഷണത്തിൽ കൂടി നമുക്ക് അറിയുവാൻ സാധിച്ചു. മനോജ് ഡോക്ടർക്കും ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇന്നത്തെ പ്രോഗ്രാമിന് സ്വാഗതം ആശംസിച്ച ശ്രീ ഷാലുരാജൻ, IFPHന്റെ അഡ്വൈസറി കമ്മിറ്റി അംഗം ഒക്കെ ആണ് അദ്ദേഹവും. എപ്പോഴും നമ്മുടെ വിശേഷാൽ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന ശ്രീ ഷാലുരാജന് IFPHന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാ ബഹുമാന്യരായ ഹോമിയോപ്പതി ഡോക്ടർമാർക്കും ഹോമിയോപ്പതി സ്നേഹികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. അപ്പൊ അങ്ങനെ വളരെ ഒരു നല്ലൊരു ദിവസം വളരെ എന്താ പറയാ സമ്പന്നമാക്കാൻ കൂട്ടുന്ന എല്ലാവർക്കും നമസ്കാരം പറയുന്നു. നാളെ ഇതേ സമയം വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ ശുഭരാത്രി നേരുന്നു.